ഗുഡ് ഈവനിങ്. ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വിജയം, അതായത് നമ്മുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. CDPOയുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ഇതിന് മുമ്പേ വന്നു. അന്നും നമ്മൾ ഇതുപോലെ തന്നെ കൂടിയിരുന്നു. അന്നും നമ്മുടെ കുട്ടികളെ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുകയുണ്ടായി. വീണ്ടും അതിൻ്റെ ഒരു പുനരാവർത്തനമായിട്ട് ഇന്നും ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴും VAJ അക്കാഡമിക്സ് അതിൻ്റെ ജൈത്രയാത്ര തുടരുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് എൻ്റെ മാത്രം വിജയമല്ല, മറിച്ച് ഈ VAJ ഫാമിലിയുടെ, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വിജയമാണ് എന്നുള്ളതാണ്. ഇതിൽ ഒരു വിജയം നമുക്ക് നേടണമെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപകന്റെ ക്ലാസ് നല്ലതായത് കൊണ്ടോ അല്ലെങ്കിൽ അധ്യാപകൻ നല്ലതായത് കൊണ്ടോ മാത്രം കാര്യമില്ല. അതോടൊപ്പം തന്നെ ആ പഠിതാവ്, ആ പഠിക്കുന്ന കുട്ടികളും അതിനോടൊപ്പം ഉയരണം. എങ്കിൽ മാത്രമാണ് ആ ലക്ഷ്യം നമുക്ക് കീഴടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോ ആദ്യം തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുവാണ്. അതോടൊപ്പം തന്നെ തമ്പുരാൻ സഹായിച്ച് ഇനി അവർക്ക് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. അപ്പോ ഇന്നത്തെ ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കുറഞ്ഞ കുട്ടികൾ, കേവലം ഒരു 68ഓളം കുട്ടികൾ മാത്രമാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റാണ് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ്. അതിൽ നിന്ന് നിരവധി കുട്ടികളെ പിന്തള്ളിക്കൊണ്ട്, അതായത് ഒരു എക്സാം എഴുതിയത് ഒത്തിരി പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് നിരവധി പേരെ അങ്ങനെ പിന്തള്ളിക്കൊണ്ട് 68 പേര് മാത്രം ഒതുങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിൽ അതിൽ ഒന്നാമത്തെ റാങ്ക് തന്നെ, ഫസ്റ്റ് റാങ്ക് തന്നെ VAJ അക്കാഡമിക്സിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒന്നാം റാങ്ക് കിട്ടിയത് ആർദ്ര S എന്ന് പറയുന്ന കുട്ടിയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കുട്ടിക്കും അതേപോലെ മറ്റുള്ള റാങ്കുകാരും എൻ്റെ അഭിപ്രായത്തിൽ ഒരു റാങ്കും മോശമുള്ള റാങ്കുകളല്ല. ആ ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. മറ്റുള്ള ഒരു ലിസ്റ്റ് പോലെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ ചെറിയൊരു ലിസ്റ്റിൽ അതിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ എന്തായാലും നല്ലൊരു എഫർട്ട് അതിൽ ഉൾപ്പെട്ട ഓരോരുത്തരും എടുത്തിട്ടുണ്ടാകണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുവാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ICDS സൂപ്പർവൈസർ കോച്ചിങ്ങിൽ പഠിക്കുന്നവരും പ്രൊബേഷൻ ഓഫീസർ കോച്ചിങ്ങിൽ പഠിക്കുന്നവരുമായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുകയും ഇങ്ങനെ VAJ അക്കാഡമിക്സിന്റെ ജൈത്രയാത്ര ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏറെ വ്യക്തമായിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുവാണ്.
നാളെകളിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയണം. നിങ്ങളെക്കുറിച്ചാണ് എനിക്ക് നാളെകളിൽ പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ പഠനങ്ങളൊന്നും വെറുതെ ആകില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ്, ആ സൂചകങ്ങളാണ് നമുക്ക് ഈ ഓരോ വിജയങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ ആത്മാർത്ഥതയോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിജയം വിദൂരത്തിലല്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഓരോ പൊസിഷനുകളിൽ അതല്ലെങ്കിൽ ഓരോ റാങ്കുകൾ നേടിയവര് വെറുതെ ചുമ്മാ അത് നേടിയെടുത്തതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പിന്നില് ഒരു അധ്വാനമുണ്ട്, ഒരു അധ്വാനം തീർച്ചയായിട്ടും ഉണ്ട്. അതല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തില് റാങ്കുകളിലേക്ക് എത്തിപ്പെട്ടവരല്ല. നിങ്ങൾ പറയുന്നത് പോലെയുള്ള പ്രതിസന്ധികള്, പ്രയാസങ്ങള്, കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുള്ളവര്, ഭർത്താക്കന്മാരുള്ളവര്, അല്ലെങ്കിൽ ഭാര്യമാരുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരും, എല്ലാം ഉള്ളവർ തന്നെയാണ് ഇവരും. പക്ഷെ അവരതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു, ആത്മാർത്ഥമായിട്ടുള്ള ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രയത്നിച്ചു. അതുകൊണ്ട് അവർക്ക് അതിലെത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ഏകദേശം ഒരു 56 57 മറ്റോ കുട്ടികളായിരുന്നു ആ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ കോച്ചിങ്ങിൽ എനിക്കുണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗം പേരെയും ഏകദേശം പകുതിയിലധികം കുട്ടികൾ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം VAJ അക്കാഡമിക്സിനുണ്ട്. അപ്പോൾ അത് ഇതിലും കൂടിയാണ് കേട്ടോ. അതായത് മെയിനിലും സപ്ലിമെന്ററികളിലും കൂടി ഉൾപ്പെട്ടുകൊണ്ട്. കാരണം നമ്മുടെ ആ 56 പേര് എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു കണക്കിൽ നിന്ന് നമുക്ക് അതിൽ പകുതിയിലധികം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കണക്ക് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മൾ ജയിച്ചവരുടെ കഥകൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവര് എന്തുകൊണ്ട് അതിലെത്തിയില്ല എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചത് കൊണ്ടുള്ള പ്രയോജനം കിട്ടിയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പകരം അവർ പഠിച്ചതിൻ്റെ കുറവുകൾ എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. എക്സാം കഴിയുമ്പോൾ അവർ വിളിച്ച് ഓരോരുത്തരും പറയുന്നത്, എളുപ്പമായിരുന്നു സാറേ, കുറേയൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ഉണ്ടായിരുന്നു സാറേ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കൂടുതലും. ആ കാര്യങ്ങളിലേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്തു പറയാനായിട്ട് എഴുതിയവർ ഇവിടെ എത്തിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അത് അവര് തന്നെ പറയും. കാരണം എങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു. അപ്പൊ അവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു രീതി കൂടി ടച്ച് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. കാരണം എൻ്റെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾ അവർക്കൊരു മാർഗദർശിയാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ അവസരത്തിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, വളരെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഏകദേശം ഒരു കുറേ പേജുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 10-12 ഷീറ്റ് മറ്റും ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ പഠിക്കാത്തത് കൊണ്ടല്ല, പഠിച്ചു, പക്ഷെ എന്തുകൊണ്ടോ ഒരു മികച്ചൊരു റാങ്കുകളിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടായത്. അതല്ലാതെ പഠിപ്പിച്ചതിലൊന്നും വരാത്തത് കൊണ്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ മുന്നേറാനായിട്ട് തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ പരാജയം നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. നമുക്ക് വിജയിച്ച് നമുക്ക് കയറാനായിട്ട് കഴിയും. അപ്പൊ ഏതൊരു പഠനത്തിനും നമ്മൾക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഒരു അഭിനിവേശം, എനിക്കത് നേടണം, എനിക്കത് നേടിയേ മതിയാകൂ, ഒരു ആഗ്രഹം നമുക്ക് വേണം. എങ്കിലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അതിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട്, ഏതൊരു തസ്തികയാണെങ്കിലും അതിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങ് ഇഷ്ടപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് വേണം. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റിലും CDPOയുടെ റാങ്ക് ലിസ്റ്റിലും കുട്ടികൾ വന്ന് എത്തിപ്പെട്ടതല്ല. അതിന്റെ മുമ്പിൽ ഒത്തിരി അധ്വാനങ്ങൾ വന്നിട്ടുണ്ട്.
ഇതുപോലെ ആ തസ്തികയെ ഇഷ്ടപ്പെട്ട് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ദിവസം എന്തെങ്കിലും നോട്ട് ഇട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് കണ്ടില്ല എങ്കിൽ ഈ കുട്ടി ഈ ആർദ്ര എന്നെ വിളിക്കുമായിരുന്നു, സാർ ഇന്ന് ഇത് കണ്ടില്ലല്ലോ. അതേപോലെ തന്നെ മറ്റു കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണ് സാറേ എന്ന് വരെയും ചോദിച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് വരാത്ത പോയത് എങ്ങനെയൊക്കെയാണ്. കാരണം ഒരു താരതമ്യ പഠനം എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കാര്യങ്ങൾ എന്തായാലും ആർദ്ര കേൾക്കുന്നുണ്ട്. ആർദ്ര എന്തായാലും അതിന്റെ നിജസ്ഥിതി നിങ്ങളോട് വിശദീകരിക്കും. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് സാറേ നോട്ട് ഇട്ടില്ലല്ലോ, ക്ലാസ് ഇട്ടില്ലല്ലോ, അങ്ങനെയുള്ള ഇതിൽ. അതുപോലെ ഇന്റർവ്യൂവിന്റെ സമയത്താണെങ്കിലും, അതായത് വളരെ മുമ്പ് തന്നെ, ഇന്റർവ്യൂ വരുന്നതിന് വളരെ മുമ്പ് തന്നെ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും, എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു. മാർക്ക് തിരക്കേടില്ലാത്തൊരു മാർക്ക് എനിക്കുണ്ട് സാറേ. അപ്പൊ അന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, താനായിരിക്കും അപ്പോ ഫസ്റ്റ് റാങ്ക്, VAJക്ക് അഭിമാനമായിട്ട് താൻ വരും എന്ന് ഞാൻ അന്നേ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു, ഈ ആർദ്രയോട്. അതായത് എക്സാം കഴിഞ്ഞു വന്നപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു അഭിമാനപാത്രമായിട്ട് താൻ മാറണം എന്നുള്ളതെല്ലാം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. തമ്പുരാൻ സഹായിച്ച് അത് തന്നെ സാധ്യമായി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ ചോദിക്കും, മറ്റുള്ളവരെല്ലാം നിസ്സാരക്കാരാണോ എന്നുള്ളൊരു സൂചന. സാർ ഇത് മാത്രം ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാം. അല്ല, ഞാനിപ്പോൾ 1ാം റാങ്ക് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയുടെ മറ്റുള്ളവരാരും മോശക്കാരൊന്നും ആയിട്ടുള്ള ആളുകളല്ല. എന്തായാലും ഈ പറയുന്ന ഇതിലിപ്പോൾ കൂടിയിട്ടുള്ളവര് ഏകദേശം എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി കൂടിയിട്ടുണ്ട്, ദിലു കൂടിയിട്ടുണ്ട്, ചിന്നുമോൾ ജോസഫ്, അതേപോലെ തന്നെ നമ്മളുടെ രഞ്ജനാദേവി എന്ന് പറയുന്ന കുട്ടി, ഇവരെല്ലാവരും ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവരെല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് പഠന സംവിധാനം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് കണ്ടുകൊണ്ട് അത് വിലയിരുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നവർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ചിലര് 1, 2, 3 കോച്ചിങ്ങുകളിൽ ഉൾപ്പെട്ടവരുണ്ട്, ഇപ്പോഴും കോച്ചിങ്ങിൽ തുടരുന്നവരും ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ജോയിൻ ചെയ്തിട്ട് പല ലിസ്റ്റുകളിലും വന്നിട്ടുമുണ്ട് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ വസ്തുതയാണ്. ആർദ്ര പ്രിൻസിപ്പൽ കൗൺസിലറിൽ എൻ്റെ ആ കോച്ചിങ്ങിൽ ഉൾപ്പെട്ടിരുന്നു. ആ റാങ്ക് ലിസ്റ്റിലും ആ കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിർഭാഗ്യവശാൽ എക്സ്പീരിയൻസിന്റെ കുറവ് കൊണ്ട് ആണ് അതിൽ നിന്ന് ഇന്റർവ്യൂവിൽ നിശ്ചിത പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തഴയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അതിലും വന്നതാണ്. അതേപോലെ മറ്റുള്ള കുട്ടികളും ഇപ്പോൾ ശ്രീലക്ഷ്മി കാണുന്നുണ്ടെങ്കിലും CDPOയുടെ ഇതിൽ വന്നതാണ്. അതേപോലെ തന്നെ രഞ്ജനാദേവിയും സോഷ്യൽ വർക്കറുടെ ലിസ്റ്റിലാണെന്ന് തോന്നുന്നു വന്നതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും തന്നെ നിരവധി ലിസ്റ്റുകളിൽ. പിന്നെ ഒരു സബീന ഉണ്ട്, സബീന കൂടിയിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇന്ന് കൂടാമെന്ന് പറഞ്ഞതാണ്. സബീനയും 3 ലിസ്റ്റുകളിൽ നമ്മളുടെ കൂടെ വന്നിട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അധ്വാനിച്ചാൽ, നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുറേ ദീർഘിപ്പിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കേണ്ടത്, എന്നെ നിങ്ങൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്, മടുത്തു. ഇനി കേൾക്കേണ്ടത് എൻ്റെ വാക്കുകളല്ല, വിജയിച്ച് കയറിയവരുടെ വാക്കുകളാണ്. ആ വിന്നേഴ്സിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കേണ്ടത്. അവരെങ്ങനെയാണ് പഠിച്ചത്, അവർക്ക് ഈ ക്ലാസ്സുകൾ കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെട്ടത്, അവരുടെ പഠന രീതികൾ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഇന്റർവ്യൂകളും ഒക്കെ അറ്റൻഡ് ചെയ്തവരാണ്, ഏത് രീതിയിലായിരുന്നു അവർ ഇന്റർവ്യൂവിനെ സമീപിച്ചിരുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പഠിക്കുക, ആ ലക്ഷ്യം നേടുന്നതുവരെ അധ്വാനിക്കുക എന്നുള്ളതാണ്. ഒരു വേളയിൽ പോലും ഒരു വിശ്രമം പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പ്രൊബേഷൻ ഓഫീസർക്കാണെങ്കിൽ 10 മാസവും
ICDS സൂപ്പർവൈസർക്കാണെങ്കിൽ ഏകദേശം 6 മാസത്തോളം നമുക്ക് സമയമുണ്ട്. അപ്പൊ ആ സമയത്തെ കൃത്യമായിട്ട് പഠിച്ച നിങ്ങൾ ഒരു ലക്ഷ്യം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇടവും വലവും നോക്കാതെ നിങ്ങൾ പഠിച്ചു മുന്നേറണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അതിനോട് നിങ്ങൾക്കൊരു ഇഷ്ടം വേണം. അതായത് ഇന്നും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾ മനസ്സൊന്നു വെച്ചാൽ നിനക്കാരുമാകാം, മനസ്സൊന്നു വെച്ചാൽ നിനക്കാരുമാകാം, നീ കൊതിക്കുന്നതെന്തുമാകാം, നീ നനച്ചാൽ നിനക്കാരുമാകാം, നീ കൊതിക്കുന്നതെന്തുമാകാം. പക്ഷെ നീ മനസ്സ് വെക്കണം. എന്നും പറയാറുള്ളത് അതാണ്, നീ മനസ്സ് വെക്കണം. മനസ്സ് വെച്ചാൽ നിനക്കാരുമാകാൻ പറ്റും, നീ കൊതിക്കുന്നത് എന്തുമാകാൻ പറ്റും. പക്ഷെ ആ മനസ്സ് വെക്കുന്നതിലുള്ള ഒരു കുറവാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ് വെക്കാനായിട്ട്, ആ ലക്ഷ്യത്തിലെത്താനായിട്ട് സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് ഏവർക്കും സർവശക്തിയും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. ഇനി നമുക്ക് മറ്റു ജയിച്ചു കയറിയവരുടെ ആ ശബ്ദം, ആ വിജയിച്ചവരുടെ നാദത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുവാണ്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കൂടിയിട്ടുള്ള ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എനിക്ക് ഈ രീതിയിൽ തലയുയർത്തി നിൽക്കാൻ, നിങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനിക്കാൻ, നിങ്ങളുടെ അഭിമാനത്തിൻ്റെ കഥകൾ പറയാനായിട്ട് എൻ്റെ നാവിന് ശക്തി തന്ന നിങ്ങൾക്ക് 1000 നന്ദി. സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുവാണ്. കാരണം ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല. എൻ്റെ വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിയപ്പോഴാണ് ഈ ഗുരുനാഥൻ്റെ തല വാനോളം ഉയർന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ, ഇന്ന് ഞാൻ കോച്ചിങ് കൊടുക്കുന്ന കുട്ടികളുടെ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടു കൂടി നിന്നിട്ട് എൻ്റെ കുട്ടികള്, എൻ്റെ മക്കള് CDPOയുടെ റാങ്ക് ലിസ്റ്റിലും ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെയും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന പദങ്ങളിലെത്തി എന്ന് പറയുന്നതിൽ ഈ അധ്യാപകൻ അഭിമാനിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇനി വലിയ വലിയ പൊസിഷനുകളിലേക്ക് ഇനി എത്തി, വലിയ വലിയ ഉദ്യോഗങ്ങളിലേക്ക് കയറി ആ അഭിമാനം സംരക്ഷിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മുന്നോട്ട് പോയ പോലെ തന്നെ പഠനങ്ങൾ അവസാനിപ്പിക്കാതെ പല പല എക്സാമുകൾ വരും, ഡിപ്പാർട്ട്മെന്റൽ എക്സാമുകളൊക്കെ വരും. അപ്പോഴെല്ലാം അതെല്ലാം എഴുതി ഉയർന്നു പോകണം. അതിനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരിക്കലും തളരരുത്, എന്തു പ്രതിസന്ധി വന്നാലും എന്നുള്ളൊരു ഉപദേശം കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊബേഷൻ ഓഫീസർക്കും അതേപോലെ ICDS സൂപ്പർവൈസർ കോച്ചിങ്ങിലും ഉൾപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട നിമിഷങ്ങൾ, കുറച്ച് സമയം ഒന്ന് നിങ്ങൾ എനിക്ക് നൽകണം എന്ന് ഞാൻ ഒരു എളിയ സ്വരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാണ്. അപ്പം അതുകൊണ്ട് ആർദ്ര ഇവിടെ എത്തിയിട്ടുണ്ട്. ആർദ്ര എത്തിയിട്ടില്ലേ? ആർദ്ര കേൾക്കാമോ? ആർദ്ര കേൾക്കുന്നുണ്ടോ? ആർദ്ര ജോയിൻ ചെയ്തതായിരുന്നു. ആർദ്ര കേൾക്കുന്നുണ്ടോ?
ദിലു എത്തിയിട്ടുണ്ടോ? ദിലു എത്തിയിട്ടുണ്ട്. അപ്പൊ ആർദ്രയെ കിട്ടിയിട്ടില്ല. അപ്പൊ ദിലു എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് എങ്ങനെയാണ് നമ്മുടെ കോച്ചിങ്ങും കാര്യങ്ങളും ഏത് രീതിയിലാണ് ഉപകാരപ്പെട്ടത്, അതേപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഉപദേശങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട്, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ദിലുവിനെ ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് സർ. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യണോ സർ? വേണമെന്നില്ല, വേണമെങ്കിൽ ചെയ്തു ഓർത്ത് വിഷയമില്ല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഫസ്റ്റ് എനിക്ക് സാറിനോട് തന്നെയാണ് ഒരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഞാനും ഇതേപോലെ ആദ്യം ഒരു അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസിന്റെ ഇത് മൂലം എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ലാസ്റ്റ് മിനിറ്റിൽ അത് നഷ്ടപ്പെട്ടു. കാരണം അതിന് ഒരു ഫസ്റ്റ് ഒരു എക്സാം, അതൊരു റിട്ടേൺ എക്സാം എല്ലാം എഴുതിയിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം വന്നിട്ട് അത് തള്ളപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞതും ഞാൻ അന്ന് മുതൽ, ഞാൻ സോഷ്യൽ വർക്കാണ് പഠിച്ചത്, അതുകൊണ്ട് തന്നെ അന്ന് മുതൽ സാർ ഫസ്റ്റ് ക്ലാസ് എന്ന് തുടങ്ങി അന്ന് മുതൽ ലാസ്റ്റ് ക്ലാസ് വരെ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ സാറിന്റെ എക്സാംസ് എല്ലാം വളരെ ഇതായിരുന്നു. അത് എപ്പോ എക്സാം ഉണ്ടോ അത് അന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. അതിന് മാർക്സ് സാറിന് അയച്ചു തന്നിരുന്നു. പിന്നെ എല്ലാം സാർ അതിനൊരു ഫീഡ്ബാക്കും തന്നിരുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ അയച്ചു തരുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കോൾ വരുമായിരുന്നു, ഇത്തരം ഇത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം മാർക്ക് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം വരും. ഇല്ലെങ്കിൽ നല്ല മാർക്സ് ആണെങ്കിൽ ഓക്കെ നന്നായിട്ട് ചെയ്തു എന്ന് പറയും. അങ്ങനെയൊക്കെ കുറെ ഫീഡ്ബാക്സ് അവിടുന്ന് കിട്ടി. പിന്നെ അത് മാത്രമല്ല സാർ ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നല്ല ഇൻഡെപ്ത് ആയിട്ട് ആ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഒരു പ്രചോദനം. ബിക്കോസ് അത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകുമായിരുന്നു ക്ലാസ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ എക്സാം ഹോളിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവായി നിറയെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾ വരുമ്പം നമ്മളൊരു വൺ വേർഡ് ആൻസർ പഠിച്ചാൽ ഒരിക്കലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾ കുറച്ചും കൂടി ആഴത്തി മനസ്സിലാക്കാൻ പറ്റി. അവിടെ ചെന്നിരുന്നപ്പോൾ ഓക്കെ ഇതിന്റെ ആൻസർ ഏതൊക്കെ നമുക്ക് മാറ്റണം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യണം എന്നുള്ളത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, ഓക്കെ മാർക്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. ഇന്റർവ്യൂവിനാണെങ്കിലും സാറ് കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു. ഓക്കെ ടെൻഷൻ ഇല്ലാതെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതനുസരിച്ച് തന്നെയാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചത്. നമുക്ക് നല്ല ഭയത്തോടാണ് പോയത്. കാരണം ഫസ്റ്റ് ഡേ പോയ ആൾക്കാരോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് ആയിരുന്നു. അപ്പം അവര് ആ സ്റ്റാർട്ടിങ്ങിലായത് കാരണം ചോദ്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട്, കുറച്ച് നമ്മളുടെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ഒരു സബ്ജക്ട് എക്സ്പെർട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പം ആ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് അത് നീറ്റായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പൊ അവരാണെങ്കിലും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ചിരിച്ചോണ്ട് അവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അങ്ങനെയാണ് പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നതുമല്ല. എന്നാലും ഇതിന്റെ പിന്നിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റഡി അതിന്റെ പിന്നെ നടന്നിരുന്നു. കാരണം എന്ന് ക്ലാസ് തുടങ്ങി അന്ന് മുതൽ ഒരു കണ്ടിന്യൂസ് സ്റ്റഡി ഉണ്ടായിരുന്നു. അതായത് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരോട് എനിക്ക് ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ചിലപ്പോൾ നിറയെ സെറ്റ് ബാക്സ് വരും. കാരണം നമ്മൾ ചിലപ്പം നമുക്ക് ഒരു ഫീവർ വന്നാൽ കൂടെ നമുക്ക് കുറച്ച് ദിവസം നഷ്ടപ്പെടും. ഇപ്പം അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ റീസൺ എന്ത് വന്നാലും കുറെ സെറ്റ് ബാക്സ് വരും. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ആ പെർസീവറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിട്ടുകളയല്. കുറച്ചെങ്കിലും ടൈം നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കുക. ബിക്കോസ് നമുക്ക് ഒരു ജോലി കിട്ടിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. ഓക്കെ ഒന്നെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെ ആശ്രയിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടായിരിക്കും. അതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു കഴിവ് വരണം. അപ്പം അതിനെല്ലാം വളരെ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. നമ്മളൊരു സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. കാരണം ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇരുന്ന് പഠിച്ചാൽ, കാരണം നമ്മുടെ സബ്ജക്റ്റ് മാത്രമാണുള്ളത്. പിന്നെ കുറച്ച് ജനറൽ നോളജ് ഉണ്ട്. അത് സാർ പഠിപ്പിക്കുന്നത് മാത്രം അതൊന്നും പഠിച്ചാലും മതി. കൂടുതലായിട്ട് നമ്മൾ ജനറൽ നോളജ് ഒന്നും പഠിക്കേണ്ട ആവശ്യം ഈ ഒരു ഇതിനില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആകെ നമ്മുടെ സബ്ജക്റ്റിൽ എന്തൊക്കെ പോർഷൻസ് ഉണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് സാർ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മളും കൂടെ അത് കംപ്ലീറ്റ് ചെയ്ത് പോവുക. നമ്മൾ ആ ടൈമിൽ എക്സാംസ് എടുക്കുക. നമുക്ക് മാക്സിമം എന്തുമാത്രം എക്സാംസ് എഴുതാൻ പറ്റുമോ അത്രയും നമ്മൾ എഴുതി ശീലിക്കുക. അപ്പോഴേ നമ്മുടെ ആ ഫിയർ മാറത്തുള്ളൂ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും സാറിന്റെ കൂടെ തന്നെ നിങ്ങൾ പോവുക.
സാറ് സ്ലോ ആയിട്ട് പോയാൽ നിങ്ങളും അതേ രീതിയിൽ തന്നെ പോകുക. സാറ് ഇൻ ഡെപ്ത് ആയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ തോന്നും ഓക്കെ നമ്മുടെ പോർഷൻസ് ഒക്കെ ഇവിടം വരെ ഇനി നിറയെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി 3 monthsേ ഉള്ളൂ, 6 monthsേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആ പഠിക്കുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുമ്പോൾ ആ ടൈമിൽ എല്ലാ കാര്യവും കറക്റ്റ് ആയിരിക്കും. ടൈമിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല സന്തോഷം സർ, ഇത്രയും ഈ ഒരു അവസരം തന്നതിന് നന്ദി സർ. താങ്ക് യു സർ. ഓക്കെ ദിലു, ഇനി എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ആ അറിവുകൾ ഷെയർ ചെയ്തതിൽ, ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ വളരെയേറെ സന്തോഷം. അടുത്തതായിട്ട് ഇനി ശ്രീലക്ഷ്മി എത്തിയിട്ടുണ്ടോ? ശ്രീലക്ഷ്മി ഉണ്ടല്ലോ. ശ്രീലക്ഷ്മിയെ ഞാൻ ഈ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുവാണ്. ശ്രീലക്ഷ്മി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക. താങ്ക് യു സാർ, ഇങ്ങനെ ഒരു അവസരം തന്നതിന്. എനിക്കിതിൻ്റെ 14ാമത്തെ റാങ്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാംസ് ആയിരുന്നു. ഈ പറഞ്ഞ ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ഫീൽഡിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. 10 വർഷമായി സോഷ്യൽ വർക്കായിരുന്നു. പക്ഷേ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറേ നാളായിട്ട് ഈ ഒരു സോഷ്യൽ വർക്കുമായിട്ടും ബന്ധമില്ല, ഈ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഈ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കേട്ടു. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിന് ആദ്യം കയറിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. പറ്റുമോ? കാരണം മെറ്റീരിയൽസ് ഒന്നുമില്ല, എങ്ങനെ പഠിച്ചെടുക്കണം. പക്ഷേ സോഷ്യൽ വർക്ക് പോലും എന്നെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടാണ്, എങ്ങനെ ഒരു അറിവുമില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ട് ഒരാൾ ഇത്രയും വിഷയങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചു, അപ്പോൾ നമുക്ക് ഈ നിസാരം എന്ന് വിചാരിക്കുന്ന കാര്യം ഇത് ട്യൂഷൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു വ്യക്തി, അവരുടെ ഒരു ഫീൽഡ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത്രയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഇത്രയും വിഷയങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനും പറ്റുന്നത് ഞാൻ വേറൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ക്ലാസ്സിന് ചേർന്നാൽ പോലും അവിടെ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾക്കും ഓരോ അധ്യാപകരായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, സാറ് തന്നെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യും. അപ്പൊ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി. നമുക്കപ്പോൾ പറ്റുമായിരിക്കുമല്ലോ. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ വർക്ക് മാത്രം പേടിച്ച് വന്നതാ ഞാൻ. അതുപോലും പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പം ഇത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാറിനെ കണ്ടപ്പോൾ പിന്നെ എന്തായാലും ശരി, ട്രൈ ചെയ്ത് നോക്കാവുന്നതായി. ട്രൈ ചെയ്ത് നോക്കി. ഈ ആദ്യമൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവുന്നില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എക്സാമിൻ്റെ ഒരു ടൈം എടുത്തിട്ട് ഈ സാറിൻ്റെ വീഡിയോസ് കേൾക്കുമ്പോൾ നമുക്ക് മറ്റ് ഈ ക്ലാസ് പോലെയല്ല. ഒരു സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്യും. അതിൽ നിന്ന് പുറത്തോട്ടൊരു ക്വസ്റ്റ്യൻ വരത്തില്ല. അപ്പം അതിൻ്റെ ഒരു ഉറപ്പിൽ നമുക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും അതിനോട് ഈ പറഞ്ഞ ഓരോ ക്ലാസ്സിനോടും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏത് എക്സാംസിന്റെ മുന്നിൽ തന്നെ വരാൻ പറ്റും, ഏത് റാങ്ക് ലിസ്റ്റിലും. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും അത് എന്തായാലും പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാലും പിന്നെ നമുക്കൊരു ലക്ക് ഫാക്ടർ ഉണ്ട്. ആ ലക്ക് ഫാക്ടറും ഇതും എല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് കൊടുക്കണം. അതിന് എനിക്ക് തോന്നുന്നു സാറിന്റെ ക്ലാസ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിനകത്ത് എററുകളും കുറവാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ക്ലാസ് കേട്ട് പിന്നെ നമ്മൾ അതിന്റെ തെറ്റ് തിരുത്തി അങ്ങനെയൊക്കെ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഓരോ ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സാറിന്റെ ക്ലാസ് കേട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എറേഴ്സ് അത് തിരുത്താൻ ശ്രമിക്കാറ് പോലും ഇല്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സാർ എടുക്കുന്ന ഓരോ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് ഞാൻ സാറിനോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സിന്റെ എനിക്ക് ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് നോട്ട്സും കൂടെ വേണം. ഞാൻ സാറിനെ 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ വശങ്ങളും പറയണമല്ലോ. അപ്പൊ നോട്ട്സിന്റെ ഒരു ബുദ്ധിമുട്ട് അത് സാർ അവസാനം അത് മാനേജ് ചെയ്തു. കാരണം ഇത്രയും വിഷയങ്ങൾ എടുക്കുമ്പം ചില പോരായ്മകൾ എനിക്ക് തോന്നുന്നു. ഞാൻ സാറിന്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു, അപ്പം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. നോട്ട്സ് വേണ്ട, വീഡിയോ മാത്രം. എനിക്ക് പക്ഷെ വീഡിയോ കാണാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ സാറിനെ ശല്യപ്പെടുത്തുമായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിരിക്കാം സാറിന്. പക്ഷെ എൻ്റെ ഒരു രീതി അതാണ്. കാരണം അവസാന നിമിഷം നമുക്ക് ചില ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഹറിബറി രീതി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കത് ശരിയായി, കുഴപ്പമില്ലാത്തൊരവസ്ഥയായി. പിന്നെ എക്സാം ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് പഠിച്ചെഴുതാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് CDPO ഇതുമാണ് എൻ്റെ ഫസ്റ്റ് എക്സാം, EMSW ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫസ്റ്റ് എക്സാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം
CDPO എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടെൻഷൻ ആയിരുന്നു, കുറച്ചും കൂടെ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നമ്മുടെ ആ ഒരു എക്സാം ഹോളിലത്തെ ആദ്യത്തെ ഒരു എക്സാമിന് ഒരു ടെൻഷനും ബുദ്ധിമുട്ടും എല്ലാം കാരണം കുറച്ച് പുറകിലോട്ടായി. ഇത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, CDPOയുടെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. എക്സാം ഈ പറഞ്ഞതുപോലെ എനിക്ക് GK ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ. അത്യാവശ്യം ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കുറച്ച് കവർ ചെയ്തു. സാർ എല്ലാ പോർഷനും GK ഉൾപ്പെടെ ഈ പറഞ്ഞതുപോലെ സാറിന്റെ ആ ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് സാർ എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ സംബന്ധിച്ചിട്ട് അത്രയും ഞാൻ ഡെഡിക്കേറ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പുറകിലോട്ടായി പോയത്. എന്നാലും സാറിന്റെ ക്ലാസ്സിൽ വന്നതുകൊണ്ട് ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഇവിടെയെങ്കിലും എത്തിപ്പെട്ടത്. പിന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDPOയുടെ ഇന്റർവ്യൂ എനിക്ക് നല്ല ടഫായിരുന്നു മീൻസ് നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുന്ന ഭയങ്കരമായ ഒരു ടെൻഷനായിരുന്നു. അപ്പം ബോർഡ് മെമ്പേഴ്സും അതുപോലെ ഇച്ചിരി ടഫായിരുന്നു. ആദ്യത്തെ എൻ്റെ 24-ാം തീയതി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി ഡേവിന് വന്നപ്പോൾ പക്ഷേ ഇന്റർവ്യൂ കുറച്ചും കൂടെ ആ ഒരു ടെൻഷൻ ഫ്രീ ആയി. ആ രണ്ടാമത്തെ ദിവസം ഈ പറഞ്ഞ രണ്ടാമത്തെ ഇന്റർവ്യൂവിന് അതുപോലെ അവരും ഭയങ്കര ഫ്രീ ആയിരുന്നു. എക്സാം നമുക്ക് പഠിച്ച ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു. സോഷ്യൽ വർക്കിന്റെ സബ്ജക്ട് എക്സ്പേർട്ട് ആയിരുന്നു. അതുപോലെ പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജനറലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ അല്ലാതെ മെമ്പർ കുറച്ച് നമ്മുടെ ഈ പറഞ്ഞ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു ജോലി ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്കായിരുന്നു ആദ്യത്തെ ദിവസം. സോഷ്യൽ വർക്കിന്റെ ഇന്റർവ്യൂവും ഇതുപോലെ എന്തായിരുന്നു സബ്ജക്ട് റിലേറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ പേഷ്യനുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് അവർ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ചെറിയ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടില്ല, അറിഞ്ഞൂടാ എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ കുറച്ച് ആക്റ്റുകൾ ചോദിച്ചു, ടോക്സോയും അങ്ങനെയുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്റ്റീവ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ഇതിനകത്ത് കുറച്ച് ഹെൽത്ത് സ്കീംസും കാര്യങ്ങളും നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഒരു മാക്സിമം 13 മാർക്കാണ്. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടാൻ 13 മാർക്കാണ്. അപ്പോൾ ആ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് 2 ഇന്റർവ്യൂ വെച്ചിട്ടും കമ്പയർ എൻ്റെ ആദ്യത്തേത് എനിക്ക് 12 മാർക്കായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊന്ന് നമ്മുടെ ഒരു തുറന്ന് പറയാനും. അതിൻ്റെതായ ടെൻഷൻ എന്നെ പുറകിലോട്ട് ഒരുപാട് വലിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ അങ്ങനെയല്ല, അതിൻ്റെതായ ആ ഒരു എക്സ്പീരിയൻസോട് കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ഇതിനകത്ത് ഏതൊക്കെ നമ്മുടെ ഫീൽഡിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ICDSന്റെയും അത് എഴുതാൻ അങ്ങനത്തുള്ള എക്സാം കോച്ചിങ്ങിനൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ കുറച്ച് ടൈമിങ് ഉണ്ടാവുള്ളായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ. ആ കുറച്ച് ടൈം മാക്സിമം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുക. എല്ലാം വാരി വലിച്ച് ഇന്നത് വേണം അങ്ങനെ വേണം എന്ന് വിചാരിച്ച് പഠിക്കാൻ നിന്നാൽ നമുക്ക് ചിലപ്പം എന്തോ ഈ പറഞ്ഞ പോലെ വേണ്ടത് ഒരു എക്സാം വ്യൂവിൽ നിന്നുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുന്ന കാര്യം നല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. ഞാൻ കാര്യമായിട്ട് പറയാം, കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ സാറിനെ എപ്പോഴും വിളിച്ച് പറയും, സാർ എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് ടെൻഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ സാറിനെ എപ്പോഴും വിളിക്കാറുള്ള ഒരാളായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് പറയുവാണ്, അയ്യോ നമ്മുടെ സമയമെല്ലാം പോയി, അല്ലെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞൂടാ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ CDPOയിൽ എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. എനിക്ക് ഹോം സയൻസ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതിന് കുറേ ടൈം കൊടുത്തു, എന്നാൽ എനിക്ക് എക്സാം ഹോളിൽ ആ ഹോം സയൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ പോലും നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഏത് പോയിന്റാണ്, ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ നന്നായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവൽ ഉള്ളത്, അതിന് മാക്സിമം കൊടുക്കുക. നമുക്ക് അറിയാത്തതിനെ കുറിച്ച് ചിലപ്പോൾ പഠിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അറിയാവുന്ന ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഏരിയ നമുക്ക് നന്നായിട്ട് മാർക്ക് കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിന്റെ മുന്നിൽ വരാനും പറ്റും. പോയിന്റ് സംതിങ് മാർക്കിനൊക്കെയാ ഒരുപാട് റാങ്ക് നമ്മൾ പുറകിലോട്ട് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ അഭിപ്രായം ഇതാണ്. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്ലാസ് ആണ്. ഞാൻ 2 ക്ലാസ്സിന് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ കൗൺസിലർ കുഴപ്പമില്ലായിരുന്നു, എന്താണോ എന്തോ അവരുടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഏകദേശം ആ ഒരു മാർക്ക് ലെവലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പിന്നെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം, പിന്നെ സാറിന്റെ ഒരു ഗുരുത്വം, അതൊക്കെ ആയിരിക്കാം. എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.
ഇതൊക്കെ എൻ്റെ അനുഭവം. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. റാങ്ക് ലിസ്റ്റിൽ എത്താനെങ്കിലും സാധിച്ചത് സാറിനെ കാരണമാണ്. അപ്പം ഇനിയും തുടർന്ന് സാറിന് ഞാൻ ഇപ്പോഴും ചേർന്നിട്ടുണ്ട്. IPD സൂപ്പർവൈസറിന്റെ കോച്ചിങ് കൊണ്ട് കയറാൻ പറ്റാറില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. എല്ലാവർക്കും ഒരുപാട് നന്ദി സാറിന്. ഓക്കെ, താങ്ക് യു ശ്രീലക്ഷ്മി. ഇനി ആർദ്ര ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർദ്ര നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് പറയുക. ആർദ്ര കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ശരി. അപ്പോൾ ആർദ്രയെ ഞാൻ ഈ സംഗമത്തിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുവാണ്. പറഞ്ഞോളൂ ആർദ്ര. താങ്ക് യു സാർ. എൻ്റെ പേര് ആർദ്ര. ഞാനിപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഡെപ്യൂട്ടി DEMOയുടെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ വളരെ ഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്. എൻ്റെ MSW ഗ്രാജുവേറ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫസ്റ്റ് എക്സാം ആയിരുന്നു DDMOയുടെ എക്സാം. അപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്ന് വരുമ്പോഴാണ് ശരിക്കും ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഏതാണെന്നുള്ള യാതൊരു ഐഡിയ ഉള്ളൊരു പോസ്റ്റ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് എക്സാമാണ് നമ്മുടെ MSW കഴിഞ്ഞ് വന്ന ഫസ്റ്റ് വന്നിട്ടുള്ള എക്സാം. അപ്പോൾ എന്തായാലും പഠിച്ചെഴുതാനുള്ള ആഗ്രഹം എനിക്ക് ജനുവിനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് സാറിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഫസ്റ്റ് അറിയുന്നത്. അപ്പോൾ യൂട്യൂബ് നോക്കുമ്പോഴേക്കും അവിടെ ഒരു VH അക്കാഡമിക്സ് കണ്ടു. അങ്ങനെ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. സാർ വളരെ കോപ്പറേറ്റീവായിട്ട് വളരെ നല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് സാറ് പറഞ്ഞു കോച്ചിങ് ഉണ്ട്, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നൊരു വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് നോക്കാം എങ്ങനെയാണ് ക്ലാസ് എന്നൊക്കെ അറിയാമെന്നുള്ള രീതിയിലാണ് സാറിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വളരെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് കാൻഡിഡേറ്റ്സിന് ഉള്ളതിനെക്കാട്ടിലും ഡെഡിക്കേഷൻ സാർ നമുക്ക് തരാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓരോ ക്ലാസ് തുടങ്ങുമ്പോൾ സാറിങ്ങനെ മോട്ടിവേഷൻ പോലെ ആദ്യത്തെ 5 മിനിറ്റ് സാർ മോട്ടിവേഷൻ വരും. എന്തെങ്കിലും സെൽഫ് ഡൗട്ടൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ സാറിൻ്റെ മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ നമുക്ക് എല്ലാ സെൽഫ് ഡൗട്ടും മാറിയിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് വളരെ കൃത്യം 90 ഡേയ്സിന് മുന്നേ സിലബസ് വരുന്നു. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര വാസ്റ്റായിട്ടുള്ള എന്താ പറയുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു. ഈ എക്സാമിൻ്റെ കഴിഞ്ഞ സിലബസുമായിട്ട് അതിനധികം ബന്ധമൊന്നും ഇല്ലാത്ത ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു. അപ്പോൾ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് എന്നതിലേക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഇപ്പം മുന്നേ എക്സാം പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ പോലും എല്ലാ ആൾക്കാർക്കും ആ ഒരു ഫ്രഷ് സിലബസ് എന്നുള്ളൊരു ഫ്രഷ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ പഠിച്ച ആൾക്കാർ സീനിയർ ജൂനിയർ എന്നുള്ളൊരു ഗ്യാപ്പ് അവിടെ വരത്തില്ല. ആ ഒരു 90 ദിവസം മുന്നേ സിലബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാർക്കും പുതിയതാണ്. അപ്പം നമുക്കൊരു സീനിയോറിറ്റി അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ സമയം മാത്രമേ കിട്ടാൻ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാമെന്നുള്ളൊരു കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സാറിൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് കൃത്യമായിട്ട് ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. ലൈവ് ക്ലാസ്സിൽ അങ്ങനെ കയറാൻ എനിക്ക് പറ്റാറുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സാണ് കണ്ടുകൊണ്ടിരുന്നത്. റെക്കോർഡ് ക്ലാസ് എടുത്തിട്ട് യൂട്യൂബിലാണല്ലോ സാർ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് നോട്ട്സ് അപ്പം തന്നെ എഴുതിയിട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നോട്ട്സ് തരുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ സാറ് ക്ലാസ്സിനൊപ്പം ഫോളോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ലൈവായിട്ട് എഴുതി പോയിട്ട് അങ്ങനെയായിരുന്നു നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് സാറ് നോട്ട് വരുമ്പോഴേക്കും അതുമായിട്ട് എന്തെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടോ നോക്കിയിട്ട് അഡീഷണൽ ആഡ് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കതായിരുന്നു കുറച്ച് ഫോളോ ചെയ്യാൻ എളുപ്പമുള്ളൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ സാർ ഫുൾ സിലബസ് സാർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ GK പാർട്സ് ആ ഒരു സംഭവം എനിക്ക് അധികം അങ്ങനെ സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി 3 ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും സോഷ്യൽ വർക്ക് ആണെങ്കിലും പിന്നെന്താണ് എഡ്യൂക്കേഷൻ സോഷ്യോളജി ഈ പാർട്ട് ഫുൾ എനിക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റി. സോഷ്യോളജിയിലെ ഹെൽത്ത് ഈ 3 പാർട്ടും കറക്റ്റായിട്ട് എന്താ പറയുക സാറിൻ്റെ ക്ലാസ് ഫുള്ള് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് പോലും വിടാതെ തന്നെ ഫുൾ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത് പിന്നെ സാറിൻ്റെ ക്ലാസ് നമുക്ക് എന്തെങ്കിലും ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഫുൾ സമയം നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കത്തില്ല. സെൽഫ് ഡൗട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റും നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെയുള്ള ചിന്ത വരുമല്ലോ. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കാണുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ബാക്ക് ടു ട്രാക്ക് എന്നുള്ള രീതിയിൽ ആവും. അപ്പോൾ അതൊക്കെ എനിക്ക് എന്താ പറയുക
ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഞാൻ മുന്നേ കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നെറ്റിൻ്റെ കോച്ചിങ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അത്രയും മോട്ടിവേഷൻ എന്നും തരുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടായിരുന്നു സാറിൻ്റെ ക്ലാസ് ചെയ്യാൻ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് സാറിൻ്റെ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നല്ല, ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. GK ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പാർട്ടും ഞാൻ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ഫുൾ ക്ലാസ് ഞാൻ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ലാസ്റ്റ് റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പറ്റാവുന്നതൊക്കെ റിവിഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സാം ആവുന്നതിന് മുന്നേ സാറ് നമ്മളെ പേഴ്സണലി വിളിച്ചിട്ട് നമ്മളുടെ എക്സാം ഒക്കെ നമുക്ക് ടെൻഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ട് എക്സാം എടുക്കും. അപ്പോൾ അതൊക്കെ മാറ്റുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മോട്ടിവേഷൻ തരികയും എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. വളരെ നമുക്ക് നമ്മുടെ വീട്ടിലൊരാൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും കെയർ ചെയ്യുന്ന പോലെ സാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ പറയുക നമ്മളിങ്ങനെ പ്രിപ്പയർഡ് ആക്കുന്ന ആ ഒരു ഇതിൽ നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു മെൻറ്ററിങ് സാർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഫെബ്രുവരിയിലായിരുന്നു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ നമുക്ക് സബ്ജക്ട് എക്സ്പെർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാനലിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. സബ്ജക്ട് എക്സ്പെർട്ടും PSC മെമ്പറും പിന്നെ ഹെൽത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ലാസ്റ്റ് ആൾ ഞാനായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി ചേച്ചിയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ചേച്ചിയൊക്കെ എല്ലാവരും നല്ലൊരു എന്താ പറയുന്നത് ഒരു കൂളായിട്ടുള്ളൊരു ഇതായിരുന്നു. ആ ഒരു സമയത്ത് ടെൻഷനൊന്നും വന്നില്ല കാര്യത്തിൽ. അതുപോലെ PSC ബോർഡിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആക്കി വെക്കുന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങളുടെ പാനൽ അങ്ങനെയായിരുന്നു. എല്ലാ പാനലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഹെൽത്തുന്നൊക്കെ ആണെങ്കിലും നല്ല ഒരു നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകണം, സിലബസ് കവർ ചെയ്തിട്ട് തന്നെ പോകണം. എന്നാൽ ഫുള്ള് ഇത് പഠിക്കണം എന്നല്ല, നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഹെൽത്ത് പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. PSCയുടെ കാര്യങ്ങളും ജനറലായിട്ടുള്ള ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. പിന്നെ PSC ആണെങ്കിൽ നമ്മുടെ ജോലിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സബ്ജക്ട് എക്സ്പെർട്ട് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള സോഷ്യൽ വർക്കിൻ്റെ സബ്ജക്ട് എക്സ്പെർട്ട് ആയിരുന്നു ഞങ്ങളുടെ പാനലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മാം ഇങ്ങനെ മെത്തേഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂ മാക്സിമം കൂളായിട്ട് പോയി പ്രസൻറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. എനിക്ക് 13 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാക്സിമം മാർക്ക് 13ആണ്. 13 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാക്സിമം ആകുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ അനുഭവം. പിന്നെ സാറിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സാറിൻ്റെ ഡെഡിക്കേഷൻ, സാറിൻ്റെ ഹാർഡ് വർക്കും. ഞങ്ങളുടെ ആ ഒരു സമയത്ത് സിലബസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് പീരീഡിനുള്ളിൽ സാറ് കറക്റ്റായിട്ട് നോട്ട്സ് കളക്ട് ചെയ്യുകയും നോട്ട്സ് കറക്റ്റായിട്ട് നമുക്ക് ക്ലാസ്സായിട്ട് എടുത്ത് തരികയും ഒക്കെ ചെയ്തപ്പോൾ സാറിന് ശരിക്കും ആ ഒരു സാറിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. സാറിന് അതിന് ഞാൻ 100 മാർക്ക് സാറിന് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു വേറെ ലിസ്റ്റുകളിൽ അതെ, ഞാൻ സാറിൻ്റെ പ്രിൻസിപ്പൽ കൗൺസിലറുടെ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാം DDMO ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുന്ന ആ എക്സാം കഴിഞ്ഞ് അന്ന് നൈറ്റാണെന്ന് തോന്നുന്നു പ്രിൻസിപ്പൽ കൗൺസിലർ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ അതിന് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് മെയിൻ ലിസ്റ്റ് തരാൻ പറ്റി. അതിന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇൻ്റർവ്യൂവിന് എന്താ പറയുക ഞങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഫാമിലി കൗൺസിലിംഗ് മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റാങ്ക് ലിസ്റ്റ് ഞങ്ങളേക്ക് എക്സ്ക്ലൂഡ് ചെയ്തേക്കുമായിരുന്നു. പക്ഷെ സാറിൻ്റെ ക്ലാസ് കൗൺസിലറുടെ എനിക്ക് മേ ബി ആ ഒരു സംഭവം ആ ഒരു മാൻഡേറ്ററി കണ്ടീഷൻ പറഞ്ഞേക്കുന്നതുകൊണ്ടാവാം ഞാൻ അത്രയും എഫർട്ട് ഇട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് മെയിൻ ലിസ്റ്റ് വരാൻ പറ്റി. പക്ഷെ റാങ്ക് ലിസ്റ്റിനകത്ത് ഞങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തേക്കുമായിരുന്നു ഈ എക്സ്പീരിയൻസ് ഇല്ലാന്നുള്ള പേരിൽ. പിന്നെ ക്ലാസ്സസ് വളരെ നല്ല ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ സാർ ലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ കൗൺസിലർ ലോ ഒക്കെ ഉണ്ടായിരുന്നു. സാർ നന്നായിട്ടത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് സാറിൻ്റെ DDMOയുടെ കാര്യത്തിൽ പറയാനുള്ളത് സാറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല സാർ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ഒരു എക്സാമിന് സ്വാഭാവികമായിട്ടും പഠിക്കാന്നുള്ളതിനെക്കാട്ടിൽ അപ്പുറമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ സാറ് ഒത്തിരി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് എനിക്കറിയില്ല, ഈ പറഞ്ഞ കണക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒത്തിരി ക്വസ്റ്റ്യൻസ് സാറ് കളക്ട് ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് തരും. ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ഈ ടോപ്പ് റാങ്ക് വരാനായിട്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് നമുക്ക് ഒരു ക്ലാസ് മിസ്സായി പോയി എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നിങ്ങൾ എക്സാം പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്താന്നുള്ളത് നമ്മുടെ ഒരു മോട്ടീവായിട്ട് വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ.
ഓക്കെ ആർദ്ര. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആർദ്ര. അപ്പോൾ ആർദ്രയും വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത് രഞ്ജന എത്തിയിട്ടുണ്ടോ? രഞ്ജന ദേവി. ഉണ്ട് സാർ, ഉണ്ട് സാർ. അപ്പോൾ രഞ്ജനയെ ഈ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കുക. താങ്ക് യു സർ. ഞാൻ സാറിൻ്റെ അടുത്ത് 2 കോച്ചിങ്ങിനാണ് ചേർന്നിരുന്നത്. ഒന്ന് CDPOയുടെയും ഒന്ന് DDMOയുടെയും, എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെയും. അതിൽ എൻ്റെ നാട് ആലപ്പുഴയാണ്. സാറിൻ്റെ അടുത്ത് കോച്ചിങ്ങിന് ചെയ്യുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇനിയൊരു ടെസ്റ്റിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ സാറിൻ്റെ അടുത്ത് കോച്ചിങ്ങിന് ചേരുന്നത്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നല്ലൊരു അധ്യാപകനെ വേറൊരു കോച്ചിങ് ഇതിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ അതിനു മുമ്പ് KSന്റെ പ്രിലിമിനറി ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെയൊക്കെ കോച്ചിങ്ങിനുമൊക്കെ മെയിനിന് വേണ്ടി കോച്ചിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ആ ടീച്ചേഴ്സിൻ്റെ അവരുടെ ഒന്നും ആത്മാർത്ഥത കുറച്ച് കാണുന്നില്ല. പക്ഷെ ഏറ്റവും നല്ല ഇത്രയും വർഷത്തെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇത്രയും നാളത്തെ ഒരു സ്റ്റുഡൻറ്, ആസ് എ സ്റ്റുഡൻറ് ഏറ്റവും നല്ലൊരു അധ്യാപകനാണ്. അത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അസറ്റാണ്. അത് ഈ പറഞ്ഞ പോലെ ഫീസിൻ്റെ കാര്യത്തിൽ ആ കുട്ടികൾ പലരും കാണിച്ച ഒരു ഇതിനെ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിൽ ഒതുക്കാനാവാത്തൊരു ഡെഡിക്കേഷനാണ്. അതാണ് സാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ജോലി ഓൾറെഡി ഉണ്ട്. പിന്നെ കുറച്ച് കുടുംബപരമായ കാര്യങ്ങൾ, എൻ്റെ കുട്ടികൾ ഒരാളുമായിട്ട് ഞാൻ തൃശ്ശൂരും മറ്റേ കുട്ടിയായിട്ട് ഹസ്ബൻഡ് നാട്ടിലും, അങ്ങനെയൊക്കെയുള്ള എല്ലാ വീക്കെൻഡിലും തിരിച്ചു വരണം. ക്ലാസ്സുകൾ അങ്ങനെ റെഗുലറായിട്ട് ചെയ്തിട്ടില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. പരീക്ഷയുടെ ഇത് വന്നതിന് ശേഷമാണ്, ഞാൻ MA സോഷ്യോളജി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്താണ് ഞാനും. എനിക്ക് ആ ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിനും വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. കാരണം ഞാൻ ഇതേ റാങ്ക് ലിസ്റ്റിൽ, ഇതേ തസ്തികയിൽ ഇതിന് മുമ്പ് വിളിച്ചിരുന്ന റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് അന്ന്. പക്ഷേ ഇൻ്റർവ്യൂവിലുള്ള നമ്മളുടെ പോരായ്മ മൂലം 1 മാർക്കും കൂടി ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓൾറെഡി ഞാൻ അതിൽ നിന്ന് സർവീസിൽ കയറിപ്പോയേനെ. കാരണം റിട്ടേൺ ടെസ്റ്റിന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങിയ ഒരു കാൻഡിഡേറ്റ്. പക്ഷെ ഇത്തവണ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല മാർക്ക് ഇൻ്റർവ്യൂവിന് വാങ്ങിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിന്നോട്ടടിക്കാനുണ്ടാവും. നമ്മുടെ വീട്, നമ്മളുടെ പിന്നെ കുടുംബ പശ്ചാത്തലം, പിന്നെ മറ്റ് ജോലികൾ, അങ്ങനെയുള്ള ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, പക്ഷെ പറയാൻ ന്യായങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ജയിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം. അതിന് പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു അധ്യാപകരെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാനിപ്പം എബോവ് 43 ആയി. പക്ഷെ ഇപ്പോഴും ഞാൻ വീണ്ടും എനിക്ക് എഴുതാൻ പറ്റുന്ന ടെസ്റ്റുകളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതിൽ അദ്ദേഹത്തിനെ പോലെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന, അതിൽ CDPOയുടെയിലാണെങ്കിൽ സാറിൻ്റെ വൈഫിൻ്റെ ഒരു സേവനം കൂടെ, അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. മാഡം കൂടെ നമുക്ക് വേണ്ടി ഒരുപാട് നൈറ്റ് ക്ലാസ്സിൽ പ്രത്യേകമൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആർദ്ര ഇപ്പോൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതൊക്കെ കുറേ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറേ വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലിരുന്നാണ് ഞാൻ പരീക്ഷ എഴുതിയത് പോലും. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുത്വവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനും
ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറ് നമ്മളോട് കാണിക്കുന്ന ഒരു അധ്യാപകർ ഒരു പക്ഷേ ഞാനൊരു അതിശയോക്തി പറയുകയല്ല, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഇൻസ്ട്രക്ടർ ഇരിക്കുന്നത്. അദ്ദേഹത്തെ പരമാവധി എക്സ്പ്ലോർ ചെയ്യുക, അദ്ദേഹത്തിന്റെ ആ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അതേപടി പാലിച്ചു മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്കും സാധിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സാറിന് വളരെ നന്ദി. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ടെസ്റ്റുകളും എനിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ അഫിലിയേറ്റ് സൂപ്പർവൈസറിനെ വിളിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നപ്പോഴാണ് സാർ പറഞ്ഞ രഞ്ജന അതിന് അറ്റൻഡ് ചെയ്തതിനൊക്കെ അയക്കാൻ പറ്റില്ല, ഏജ് ഓവറായിട്ടുണ്ട്. അല്ലായിരുന്നുകൊണ്ട് ഉറപ്പായിട്ടും അതും കൂടെ ഒരു പക്ഷെ എഴുതാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നമുക്കിപ്പോൾ ഓൾറെഡി ഏജ് ഓവർ ആയതുകൊണ്ട് പറ്റില്ല. എന്തായാലും പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. സാറ് പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക, തീർച്ചയായിട്ടും സാധിക്കും. ഈ പറഞ്ഞ പോലെ നമുക്കത് വേണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സാർ, ഒരിക്കൽ കൂടി താങ്ക് യു. ഓക്കെ രഞ്ജന, അതുപോലെ രഞ്ജനക്കും നന്ദി രേഖപ്പെടുത്തുവാണ് തിരക്കിനിടയിലൊക്കെ സമയം കണ്ടെത്തിയതിന്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് സബീന എത്തിയിട്ടുണ്ടോ? സബീന സബീന എത്തിയിട്ടുണ്ട്. സബീനയെ ഈ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുവാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാണ്. ഓക്കെ സബീന. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതലായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല, കാരണം എല്ലാവരും പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതിലൊന്നും ഒതുങ്ങില്ല. സാറിനെ പറ്റി എന്ത് പറഞ്ഞാലും അതൊക്കെ പോരാ എന്നുള്ള ഒരിതിലാണ് വരുന്നത്. അപ്പം പറഞ്ഞ പോലെ, രഞ്ജന പറഞ്ഞ പോലെ, ഏറ്റവും നല്ലൊരു അധ്യാപകനാണ്. ഞാൻ CDPയുടെ ക്രാഷ് കോഴ്സിനാണ് സാറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത്. അതും ഇതുപോലെ ഒരു വേണോ വേണ്ടേന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ജോയിൻ ചെയ്തത്. കാരണം ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനുള്ള സമയം കിട്ടുമോ, പിന്നെ ഫാമിലി കാര്യങ്ങൾ നോക്കണം, അങ്ങനെ എല്ലാം ഒരു സംശയത്തിൽ തന്നെയായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പം വളരെ കോൺഫിഡൻ്റ് ആയി. നല്ലൊരു എന്താ പറയുക, പറ്റും എന്നുള്ളത് സാറിന്റെ ഓരോ ക്ലാസ്സിലും സാർ ഓരോ മോട്ടിവേഷണൽ വേർഡ്സ് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അതുപോലെ തന്നെ എപ്പോഴും എനിക്ക് പിന്നെ അതുപോലെ തന്നെ സാറിനെ പറ്റി പറയുമ്പോൾ വളരെ ഒരു ചെറിയ ഫീസിലാണ് അന്ന് ഞാനൊക്കെ കൊടുത്തത്. വളരെ ചെറിയൊരു ഫീസാണ്. അന്ന് ഒരു കോച്ചിങ് സെന്ററും അങ്ങനെ ഒരു ഫീസ് വാങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും സാറ് ഒരാൾ മാത്രം കവർ ചെയ്യുന്നു. ഇതെങ്ങനെ പറ്റുന്നത്? ഈ ഒരൊറ്റ ഒരു മനുഷ്യന് എല്ലാ സബ്ജക്ട്സും, അത് ഏത് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ സബ്ജക്റ്റും, ചിലപ്പോൾ അത് സയൻസ് ആവാം, സോഷ്യൽ ആവാം, ഹെൽത്ത് ആവാം, എല്ലാം സാറ് കവർ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ സാറ് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 100% അത് എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം, എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നത് കൊണ്ട് സാറിൻ്റെ ഒപ്പം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അഥവാ മിസ് ആവുകയാണെങ്കിൽ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കേട്ട് ഇതുപോലെ ലെക്ചർ നോട്ട്സ്, സാറ് നോട്ട്സ് ഇതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നെങ്കിൽ കൂടിയിട്ടും സാറിൻ്റെ ലെക്ചർ നോട്ട്സിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 4 ബുക്സ് 200 പേജിൻ്റെ വലിയ കോളേജ് നോട്ട്ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു റെഫർ ചെയ്യാൻ. അതും മുഴുവനും ഈ ലെക്ചർ നോട്ട്സ് മാത്രമായിരുന്നു. അപ്പം അത് തന്നെ വായിച്ചിട്ട് തന്നെ നമുക്ക് തീരുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, സാറിൻ്റെ ഒപ്പം ഓടി എത്തുക എന്നുള്ളതായിരുന്നു നമ്മളെ ഭയങ്കര ഒരു ചലഞ്ച്. അത് അങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ്സും പിറ്റേന്നത്തേക്ക് എങ്ങനെയെങ്കിലും വായിച്ച് തീർത്ത് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ എക്സാംസ് മാക്സിമം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് സാർ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് സാറിന് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാറിൻ്റെ ക്ലാസ്സിലെ നോട്ട്സ് തന്നെ മതി. സാർ എടുക്കുന്ന ടോപ്പിക്സ് മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ ഭാഗത്തുനിന്നും ഒരു 100% എന്താ പറയുക, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ.
സാറ് അത് നമുക്ക് വേറെ പുറത്തുനിന്നൊന്നും വായിക്കേണ്ടതായിട്ടില്ല, കാരണം എല്ലാം സാറ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉള്ളത്. പറഞ്ഞ പോലെ നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടായിരുന്നു പഠിച്ചിരുന്നത്, കാരണം ഞാൻ ICT സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാണ്. 2 വർഷമായിട്ട് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം പ്രൊബേഷൻ ഒന്നും ഡിക്ലെയർ ആവാത്തത് കൊണ്ട് ലീവ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരമാവധി നിങ്ങൾ ചെറിയ താൽക്കാലിക ജോലിയാണെങ്കിലും സ്ഥിരം ജോലിയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹയർ പൊസിഷന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം പോകുന്ന ആ ജോലി താൽക്കാലികമായിട്ട് പോവാതെ, അതായത് ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഒരു 6 മാസത്തെ ഗ്യാപ്പിന്, ഇപ്പം എത്ര ടൈം പീരീഡ് ആണോ എക്സാമിന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടൈം പീരീഡ് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ലീവ് എടുത്ത് നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ പോലെ അത്രയും നോളേജുള്ള ഒരു മനുഷ്യനാണ് നിൽക്കുന്നത്. അപ്പം അത്രയും നിങ്ങൾക്ക് ആ സാറിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എന്ത് സംശയം ചോദിച്ചാലും സാർ അത് ക്ലാരിഫൈ ചെയ്ത് തരും. അപ്പം എന്തിനാണോ നിങ്ങൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യം ടെമ്പററിലി മാറ്റി വെച്ച് അതിലേക്കായി മുഴുവനും ഇൻവോൾവ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു 3 മാർക്കിൻ്റെ ഒരു ഡിഫറൻസിലാണ് മെയിൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയത്. വലിയൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നെന്ന് സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ മുന്നേ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുന്നേ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാലും സാറിനെ വിളിക്കണം, ഒരു ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനൊന്ന് എഴുന്നേക്കണ്ടേ, എന്നിട്ട് സാറിനെ വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ രാവിലെ തന്നെ സാറ് വിളിച്ചു. അപ്പോൾ സാറിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു സാർ എന്നെ വിളിച്ചിരുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. അപ്പം എനിക്ക് പറഞ്ഞ പോലെ CDPO ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്ത് CDPO ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ സോഷ്യൽ വർക്കർ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് 8th റാങ്ക് ഉണ്ടായിരുന്നു. ആ റാങ്ക് കിട്ടിയതൊക്കെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, സാറിൻ്റെ ക്ലാസ് മിസ് ചെയ്തിട്ട് മാക്സിമം കേട്ട് സാറ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും താങ്ക് യു സാർ. ഓക്കെ സെബീന, വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുവാണ്. ഇനി ചിന്നു എത്തിയിട്ടുണ്ടോ? ചിന്നു ജോയിൻ ചെയ്തിട്ടുണ്ടോ? ചിന്നു നേരത്തെ ജോയിൻ ചെയ്തതാണെന്ന് തോന്നുന്നു. ചിന്നു ജോയിൻ ചെയ്തു. അപ്പോൾ ചിന്നു, എന്തായാലും ചിന്നുവിനെയും ഈ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുവാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചിന്നു 2 വാക്ക് സംസാരിക്കും. താങ്ക് യു സർ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ആണെങ്കിൽ ആക്ച്വലി സാറിൻ്റെ കോച്ചിങ്ങിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു 2016 MSW കഴിഞ്ഞ ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് MSWയിൽ പോയി. ഇപ്പോൾ ഒരു 4.5 വർഷമായിട്ട് ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ ആ ഒരു ടൈമിൽ MSW റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനൊന്നും അപ്ലൈ ചെയ്തിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാനൊരു ലേബർ വെൽഫെയർ ഓഫീസർ അപ്ലൈ ചെയ്തു. അതിൻ്റെ എക്സാം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പോയി ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേച്ചിയായിട്ട് സംസാരിക്കുന്ന ആ ചേച്ചി വേറെ എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു DDM അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് വെച്ച് കോച്ചിങ് എന്തെങ്കിലും ഉണ്ടോ, അറിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ് സാറിൻ്റെ ഒരു കോച്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് സാറിൻ്റെ നമ്പർ വാങ്ങി. അന്ന് ഈവനിങ്ങിൽ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് DDM ആക്ച്വലി ഞാനൊരു കൺഫർമേഷനും കൊടുത്ത് സിലബസും വന്ന് ഒരു 1.5 മാസം ബാക്കിയുള്ള എന്തോ സമയത്താണ് എൻ്റെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ കിട്ടിയ സമയം കൊണ്ട് ഞാൻ കാണാവുന്നത് മാക്സിമം പിന്നെ നമുക്ക് അത്യാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ കാര്യം തോന്നിയത്, ഇപ്പം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പോലെ കുറേ സപ്പോർട്ട് എനിക്ക് ഈ DDMോട് സ്റ്റുഡൻസ് സാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, സാറിൻ്റെ ആ ഒരു ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡും അതൊക്കെ കണ്ടിട്ടാണോ അറിയത്തില്ല, സാറിൻ്റെ കുറേ സ്റ്റുഡൻസിനും ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് ഇപ്പം നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആർട്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ DDM ഫസ്റ്റ് ആ ഒരു ജോയിൻ ചെയ്ത സമയം തൊട്ട് നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പം നമുക്ക് ലൈവ് ക്ലാസ്സിൽ കയറാനോ അല്ലെങ്കിൽ നോട്ട് എഴുതാനോ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഷെയർ ചെയ്ത് തരികയും അവരുടെ ലെക്ചർ നോട്ട് ഷെയർ ചെയ്ത് തരികയും
അത് ITA അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ സബ്ജക്ട് ലിസ്റ്റിലാണ്. അപ്പോൾ എനിക്ക് 2 മാസം കൊണ്ട് എനിക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനിയൊരു എക്സാം വന്നാൽ ചിലപ്പം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് നല്ലതായിട്ട് ഇപ്പം കൂട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഇപ്പം NSW റിലേറ്റഡ് അല്ലെങ്കിൽ പോലും വേറെ റിലേറ്റഡ് ആയിട്ടൊക്കെ വേറെ ഓരോ കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാറ് ഭയങ്കര ഒരു ഹോംലി ഫീലിംഗ് തരാറുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സാർ ഷെയർ ചെയ്യാൻ പറ്റും. സാർ അങ്ങനെ ഒരു ഭയങ്കര ഹോംലി ഫീലിംഗ് ആണ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ സാറിൻ്റെ ക്ലാസ്സെല്ലാം ഭയങ്കര ഇൻഡെപ്ത് ആണ്. ഇപ്പം DDMOയുടെ കാര്യം പറയുകയാണെങ്കിൽ സാർ എനിക്ക് 100% തന്നിട്ടുണ്ട്. എനിക്ക് തിരിച്ചൊരു 50% കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ട്. അതിനെന്ന് ചോദിച്ചാൽ സാറിൻ്റെ ക്ലാസ്സും ഇൻഡെപ്ത് ക്ലാസ്സും സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ സാറിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സും എല്ലാ കാര്യങ്ങളും സാറ് ഒരു കണ്ടിന്യൂസ് എഫേർട്ട് തന്നു. ഞാൻ അത്രയും കണ്ടിന്യൂസ് എഫേർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് ലിസ്റ്റിൽ കയറാനും ഒക്കെ പറ്റി. ഇൻ്റർവ്യൂ പോയൊരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് PSC ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ സാറിന് ഞാൻ പോകുന്ന അന്ന് രാവിലെയും കൂടി അവിടെ എത്തിയിട്ട് കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞ ടെൻഷനൊന്നും അടിക്കില്ല, നല്ല രീതിയിൽ അപ്പോഴും എനിക്ക് മോട്ടിവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെയാണെങ്കിൽ ഞാൻ ഇത് കൂടാതെ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ കോച്ചിൻ്റെ സാറിനോട് ഉണ്ടായിരുന്നു, അതിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. സാറിന് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സെപ്ഷണലി നോട്ട് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് കുറയുകയാണ് ചെയ്തത്, ലിസ്റ്റ് പുറത്താവുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചിങ്ങാണ്, ഇഷ്ടപ്പെടുന്ന ഒരു സാറുമാണ്. ഞാനിപ്പം സാറിൻ്റെ കൂടെ ഇപ്പം CDPOയുടെ കോച്ചിങ്ങിനും പ്രൊബേഷൻ ഓഫീസറിൻ്റെ കോച്ചിങ്ങിനും ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് സാറിനോട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്, എന്നെ എല്ലാ കാര്യത്തിലും മോട്ടിവേറ്റ് ചെയ്തതിലും എല്ലാത്തിലും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇരുന്ന ടൈം യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എറിഞ്ഞ കല്ല് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പോയ സമയമൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ അത് ആലോചിക്കുന്ന ഒരാളാണ്. മേ ബി ഞാൻ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി ഞാൻ നേരത്തെ ജോയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ കിട്ടിയ ചാൻസും കിട്ടിയ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. താങ്ക് യു സർ. ഓക്കെ ചിന്നു, എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞവരെല്ലാവരും എത്തിയെന്നാണ് തോന്നുന്നത്. ഇനി ആരുമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിലും നോട്ടുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ നിലകൊള്ളുന്നത് നിങ്ങളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏതറ്റം വരെയും ഞാൻ പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർദ്രയൊക്കെ പറഞ്ഞതുപോലെ ഇത് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു രീതി. കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും. അതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊണും ഉറക്കവും ഇല്ലാത്തൊരു അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. ഈ നോട്ടുകളുടെയും അതേപോലെ തന്നെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയൊക്കെ പിന്നിൽ. ഇതല്ലാതെ ഒരു ഈസി ഗോയിങ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ണ് തുറന്ന് എടുത്തു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ ഏതൊരു അധ്വാനത്തിലും നമ്മളുടെ ആ അധ്വാനത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ആ ഒരു വിയർപ്പിൻ്റെ ഒരു ഗന്ധം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും ഫലത്തിലാകുമെന്നാണ് ശാസ്ത്രം. എന്ന് പറഞ്ഞതുപോലെ നമ്മളത്രയും, ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ഉറങ്ങാറ് പോലും ഇല്ലാത്ത ഒരു കണ്ടീഷൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള സംഭവം. അപ്പം അതുപോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ ചില എക്സാമുകളുടെ സമയത്ത് ഞാൻ ശരിക്കും കിടപ്പിലാകുന്ന ഒരവസ്ഥ. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് എഴുന്നേറ്റ് വരണമെന്നുള്ള ഊർജം നൽകുന്നത്
നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമല്ലോ എന്നുള്ള എൻ്റെ ചിന്താഗതിയാണ് എനിക്ക് ഊർജം പകർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും നമ്മൾ എന്തെങ്കിലും ഒരു കഥകളായിട്ട് പറയുന്നതല്ല. അങ്ങനെ കഥകളായിട്ട് പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. കാരണം ഒരു വിഷയം അത് എല്ലാവരും ഇവിടെ പറഞ്ഞു. ഒരു സാറ് തന്നെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ, സമസ്ത മേഖലകളും കൈകാര്യം ചെയ്യുമ്പോൾ, അതിനിടയിൽ കുട്ടികളെ വിളിക്കേണ്ടവരെ വിളിക്കേണ്ടതുണ്ട്, സംസാരിക്കേണ്ടവരോട് സമാശ്വാസം കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്, നോട്ട് കൊടുക്കേണ്ടതുണ്ട്. ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ആദ്യത്തെ സമയങ്ങളിൽ നമുക്ക് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ സമയത്ത് നല്ല ടൈറ്റ് സമയമാണ്, ജോലി, വേറെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് നോട്ടുകളെല്ലാം പെൻഡിങ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, ഭൂരിഭാഗം കുട്ടികൾ പറഞ്ഞു അത് നോട്ട് കുഴപ്പമില്ല, കാരണം സാറ് നോട്ട് തന്നില്ലെങ്കിലും ക്ലാസ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നോട്ടുകൾ എന്നിട്ട് കൊടുത്തു. പക്ഷെ സമയബന്ധിതമായിട്ട് ഉടൻ തന്നെ കൊടുക്കാൻ പറ്റാത്ത അത്രയും ടൈറ്റായിട്ടുള്ള ഒരവസ്ഥ. അതായത് നമുക്ക് വേറൊരു മാർഗവുമില്ല, വേറെ സഹായികളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ആരെയും ഏൽപ്പിക്കാനും പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നെ തയ്യാറാക്കണം, നോട്ടുകൾ എടുക്കണം, ക്ലാസ് എടുക്കണം. അപ്പോൾ വളരെ കുറച്ചൊരു ലിമിറ്റഡ് ടൈം മാത്രമേ പഠിക്കാനായിട്ടും ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സമ്മർദ്ദവും അങ്ങനെയായിട്ട് നോട്ടുകൾ വരെ പെൻഡിങ് ആയിട്ട് പോകുന്ന അവസ്ഥ. എങ്കിലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുവാണ് ചെയ്തത്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, അധ്വാനിച്ചാൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് അധ്വാനിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വിമുഖത കാണിക്കരുത്. അങ്ങനെ അധ്വാനിക്കുന്ന കാര്യങ്ങളിൽ വിമുഖത കാണിച്ചാൽ നമ്മൾ അവസാനം ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ അനുഭവങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് വരുന്നവർ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നവർ ഒക്കെ അവരുടെയൊക്കെ വിഷമങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ റാങ്കുകളിൽ സ്ഥാനം പിടിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്ക് കൂടുതൽ വാങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോച്ചിങ്ങിന് കുറച്ച് കാലം മുമ്പ് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിലും ബെറ്ററായിട്ടുള്ളൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ജോലി തിരക്കില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമാണ് ഇവിടെ പങ്കുവച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കണം. ഇപ്പോൾ ചിന്നു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നിരാശ ഇപ്പോൾ തോന്നുന്നുണ്ട്. നേരത്തെ നമ്മൾ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള കാര്യം ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമുക്ക് തരുന്ന പാഠങ്ങൾ എന്താണ്? ഇതൊക്കെ ഗുണപാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വർഷം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഈ 2024 നിങ്ങളുടേത് മാത്രമാക്കി നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ അങ്ങ് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞതുപോലെ തന്നെ, നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അയ്യോ അത് നഷ്ടപ്പെട്ടല്ലോ, അതുവരെയും ആ വന്ന നഷ്ടം എന്താണെന്ന് നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ ഈ എക്സാം ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ അന്നത്തെ ദിവസത്തിൽ ആ 1 മണിക്കൂർ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, അത് നഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആൻസർ ചെയ്തില്ലല്ലോ, അത് ചെയ്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലോ അയ്യോ എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഈ എക്സാം അങ്ങ് കഴിഞ്ഞു പോകുമ്പോഴാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ജോലി തിരക്കുകൾ എല്ലാം കഴിഞ്ഞു പോകും, കാലമെല്ലാം മായ്ക്കും, ഈ എക്സാമും കടന്നു പോകും. പക്ഷേ നമ്മൾക്ക് ഒരു ദുഃഖത്തിൻ്റെ കണിക പോലും ഉണ്ടാകരുത്. നമ്മൾ പരിശ്രമിച്ചില്ല എന്നുള്ള ഒരു കണിക പോലും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇവർ പറഞ്ഞ ഓരോ വാക്കുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, കാര്യങ്ങൾ, കാരണം ഇവർ ഒരു എക്സാം 2 എക്സാം ഒക്കെ എഴുതിയവരാണ്.
അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ആ അനുഭവത്തിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നേലും, അതായത് അവർ എഴുതുന്നവരാണ്, ഞാൻ കോച്ചിങ് തരുന്നു, ഞാൻ കൊടുത്ത കോച്ചിങ് ഉപയോഗപ്പെടുത്തി ഇവർ പോയി പരീക്ഷ എഴുതുന്നു. അപ്പം അതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ നിങ്ങളതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം. അതിനുള്ളൊരു സമയം നിങ്ങൾക്ക് തരുവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും അറിവുകൾ എന്തെങ്കിലിനെ പറ്റിയും? അതിലൊന്നും ഒരു മടി വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുടുംബമാണ്, നമ്മളാണ് ഇതിൽ. അതല്ലാതെ ഇതിൽ ഞാൻ നിങ്ങൾ എന്നുള്ളൊരു ഭാവഭേദമില്ല, മറിച്ച് നമ്മളാണ്, നമ്മളുടെ വിജയമാണ്. നമുക്ക് ഇനി വിജയിച്ച് കയറേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതിൽ അയ്യോ അങ്ങനെ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ അത് ചോദിക്കുന്നത് മോശമായി പോവും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്ത് കാര്യമാണെങ്കിലും ചുമ്മാ അങ്ങ് ചോദിക്കുന്നേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങ് ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് ചോദിക്കുക. അപ്പോൾ അവരതിനുള്ള മറുപടികൾ കൃത്യമായിട്ട് പറയും. ഒന്നുമില്ല ചോദിക്കാൻ. പറയൂ, ചോദിക്കൂ സ്നേഹ. സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവര് അറ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അവര് റിവിഷൻ ടൈമില് റിപ്പീറ്റ് ചെയ്യുകയാണോ ചെയ്യുക, ഈ മെത്തേഡ് എങ്ങനെയാണ് എങ്ങനെയൊന്ന് പറഞ്ഞു തന്നായിരുന്നു സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സ്നേഹ ചോദിച്ച ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എങ്ങനെയാണ് അത് റിവൈസ് ചെയ്തിരുന്നത് എന്നുള്ളതല്ലേ സ്നേഹ ചോദിക്കുന്നത്? അതെ. അപ്പം അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന്, എല്ലാവരും പറയണമെന്നില്ല, ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. കേട്ടോ? ഇപ്പം നമ്മളുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരോടാണ് ചോദ്യം. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ. ദിലു പറയൂ. സർ, ആദ്യം സർ ക്വസ്റ്റ്യനെയർ തരുമല്ലോ. ഫസ്റ്റിൽ നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഏരിയ കഴിയുമ്പോൾ തരുമായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ അത് ചെയ്തു നോക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മാർക്സ് സാറിന് തരും. അത് കഴിഞ്ഞിട്ട് നമ്മളത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തും വെക്കും. അത് കഴിഞ്ഞിട്ട് ഏത് തെറ്റി ഏത് ശരിയായി എന്നെല്ലാം ചെക്ക് ചെയ്ത് അത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് എക്സാം ടൈമിൽ, റിവിഷൻ ടൈമിൽ അത് വീണ്ടും ചെയ്തിരുന്നു. അപ്പൊ ഒന്നുകൂടി അത് റീകോൾ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഫസ്റ്റ് സർ തരുമ്പോൾ തന്നെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ആ സബ്ജക്റ്റിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ആ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എവിടെ തെറ്റിയെന്നും എവിടെ ശരിയായെന്നും മനസ്സിലായി. അത് കഴിഞ്ഞ് ലാസ്റ്റ് റിവിഷൻ ടൈമിൽ വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടാമത് ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. ആഴ്ചകളിൽ അത് അല്ലെങ്കിൽ മാസങ്ങളിൽ അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നോ? അതെ സർ, ആ ചാപ്റ്റേഴ്സ്, അത് ആ സബ്ജക്ട് ഫുള്ള് തീരുമ്പോഴും നമ്മൾ നോക്കിയിരുന്നു. ആ സബ്ജക്ട് ഫുൾ എടുത്ത് കഴിയും. സോഷ്യൽ വർക്കിൽ തന്നെ ഇപ്പൊ ഗ്രൂപ്പ് വർക്കാണ് സാർ എടുത്തെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രൂപ്പ് വർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പൊ അത് ചെയ്തിരുന്നു. അതേപോലെ റൈറ്റ് ടു ഇൻഫർമേഷനെ പറ്റി ഒരു തനി എക്സാം തന്നെ ഇട്ടിരുന്നു. അതെല്ലാം തനിയെ മാറ്റിവെച്ച് അത് വീണ്ടും ചെക്ക് ചെയ്തിരുന്നു. ആൻസേഴ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് എക്സാമിന് മുന്നേ റിവിഷൻ ടൈമിൽ അത് ചെയ്ത് എക്സാമിന് പോകുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറാണ് മൊത്തം നോക്കിയത്. കാരണം നമ്മൾ റിവൈസ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത് മൊത്തം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിനെ ആണല്ലോ നേരിടാനുള്ളത്. അതാണ് ചെയ്തത്. ക്ലിയർ ആയ ഡൗട്ട്? സ്നേഹ, ഇനി എന്തെങ്കിലും വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എന്നാൽ എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് ചോദിക്കാം. അതായത് എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ ഈ നെഗറ്റീവ് വരുന്നതിനെ തടയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് നിങ്ങളെങ്ങനെ മാടി വിളിച്ചിരുന്നു? എന്താണ് അവസ്ഥ ഉണ്ടായിരുന്നത് എക്സാം എഴുതാൻ എക്സാം ഹാളിൽ പോയിരുന്നപ്പോൾ? അതിനെക്കുറിച്ച്, അതായത് 100 ക്വസ്റ്റ്യൻ ആണല്ലോ ഉണ്ടായിരുന്നത്. അത് 100ഉം അത്തള വിത്തള തവളാച്ചി കളിച്ച് ചെയ്യുവാണോ ചെയ്തത്, അതല്ലെങ്കിൽ അത് ആലോചിച്ചുകൊണ്ട്
അതായത് എനിക്ക് നെഗറ്റീവ് വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണോ ചെയ്തത് എന്നുള്ളത് വളരെയേറെ ഒരു പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയാമോ? സാറ് ആ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി പറയും. എന്നെ സംബന്ധിച്ചിട്ട് സാർ എനിക്ക് നെഗറ്റീവ് മാർക്ക് കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് മാത്രമേ സാധാരണ ആൻസർ ചെയ്യാറുള്ളൂ. അപ്പം ഈ MSW വെച്ചിട്ടാണെങ്കിൽ ഞാനിപ്പം ആദ്യമായിട്ടാണ് എക്സാംസ് എഴുതുന്നത്. അപ്പം അതിന് മുന്നേ PSC എഴുതുന്ന സമയത്ത് ആണെങ്കിൽ പോലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. കാരണം കിടന്ന് മാർക്ക് കുറെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ എത്ര കറുപ്പിച്ചാലും അതെല്ലാം നെഗറ്റീവ് ആവുകയുള്ളൂ. പിന്നെ അതൊരു ഈ പറഞ്ഞ പോലെ ലക്ക് ഫാക്ടറൊക്കെ നമ്മളെ കുറച്ച് മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് നമുക്ക് അത്രയും ഉറപ്പുണ്ട് എന്നും പറഞ്ഞ് സാർ തെറ്റത്തില്ല എന്നല്ല, കറുപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണ്. നെഗറ്റീവ് മാർക്കിങ് എനിക്ക് കുറവായിരുന്നു. CDPO സംബന്ധിച്ചിട്ട് എനിക്ക് വളരെ കുറവായിരുന്നു. പക്ഷെ ഡിലീഷൻ വന്നപ്പോൾ എൻ്റെ മാർക്ക് പോയതാ, നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ലായിരുന്നു. ഇതും അതുപോലെയാണ്. ഇതിൽ എനിക്ക് ചില അബദ്ധം എന്ന് വെച്ചാൽ ഒരു ആൻസർ എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ആ ആൻസർ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ വേണ്ടി അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ കുറച്ച് ബബിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ മാർക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ വളരെ സാധാരണ കുറവാണ്. നമ്മൾ വളരെ ചിന്തിച്ച് നമുക്കറിയാവുന്നത് മാത്രം ആൻസർ ചെയ്യുക. നമ്മുടെ സംശയങ്ങൾ സാധാരണ എപ്പോഴും അവിടെ എക്സാം ഹോളിൽ ഇരുന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കറുപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ അത് തെറ്റായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമ്മുടെ മാത്രം ശരികളായിരിക്കും അത് അതിനകത്തിരുന്ന് ചെയ്യുന്ന കാര്യം. അത് വേറൊരു അനുഭവമാണ്. നമ്മൾ പുറത്തിരുന്ന് ഈ പറഞ്ഞ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല, അതിനകത്തിരുന്ന് ചെയ്യുന്നത് കുറേ ടെൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാർക്ക് ഉറപ്പായിട്ടും വരും. ഒരുപാട് ശരികളെല്ലാം അത് കൊണ്ടുപോവുകയും ചെയ്യും. വളരെ കൃത്യമായിട്ട് ആലോചിച്ച് മാത്രം എഴുതുക എന്നുള്ളതാണ്. അത് എപ്പോഴും പറ്റിയതൊന്നും വരത്തില്ല, പ്രാക്ടിക്കലൊന്നും അല്ല ഇതൊന്നും. എന്നാലും നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് കുറെ എക്സാംസ് ചെയ്യുമല്ലേ ഇപ്പൊ സാറിൻ്റെത്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ തുറന്നു പറയുക, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പോലും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. നോക്കണം എന്നുണ്ടായിരുന്നു. ആ സമയമായപ്പോ പിന്നെ ഒന്നും പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഹർബറിയായി, പിന്നെ ഒന്നും പറ്റിയില്ല. അപ്പൊ അതിൻ്റെതായ ചില ഫോൾട്ടുകളായിരിക്കും എനിക്ക് വന്നേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ മാത്രം എക്സാം ഹോളിലും അപ്ലൈ ചെയ്യുക. അതിൽ കൂടുതൽ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടത്തില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ശ്രീലക്ഷ്മി. പിന്നെ ഈ പരീക്ഷയോട് അടുക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ്? മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൂടുതലായിരിക്കുമോ? അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരീക്ഷയെ ബാധിക്കുന്ന ഒരു ഘടകമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പരീക്ഷയോട് എടുക്കുന്ന ദിവസങ്ങളിൽ, അതായത് നമുക്കിപ്പോൾ നാളെ പരീക്ഷയാണ് എന്ന് വരുമ്പോൾ പിറ്റേ ദിവസം എങ്ങനെയാണ്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നമുക്ക് പഠിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് കഴിയുന്നൊരവസ്ഥയാണോ? എന്താണ് ആ സമയത്തുണ്ടാവുക? ഇവർ മറ്റവരാരും ചോദിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അവർക്ക് വേണ്ടി. ബാക്കി എല്ലാവരും പോയോ? ഒരു ശ്രീലക്ഷ്മിയും ദിലുവും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചിന്നു ആർദ്രയൊക്കെ പോയായിരുന്നോ? രഞ്ജന ഒന്നുമില്ല, ആരുമില്ല. ദിലു പറയൂ. എനിക്ക് തോന്നുന്നത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും സർ. നമ്മൾ എക്സാം എടുക്കുമ്പോൾ നമ്മൾ കുറച്ചാളായിട്ട് പഠിച്ച കാര്യങ്ങളും എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്നൊരു നല്ലൊരു ടെൻഷൻ ആ സമയത്തുണ്ട്. എക്സാം ഹോളിലും അത് ശരിക്കും റിഫ്ലക്ട് ചെയ്യും. കാരണം ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത് ഒട്ടും അറിയാത്ത ഒരെണ്ണമാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ നമ്മുടെ കൂടി. ഇല്ലെങ്കിൽ തുടക്കത്തിൽ 2-3 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ കുറച്ച് നമുക്ക് കോൺഫിഡൻസ് ലെവൽ വരും. പക്ഷെ ആദ്യത്തെ ചോദ്യം അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് പകുതി നമ്മുടെ ഇത് പോയി. പക്ഷെ എന്നിരുന്നാലും സാർ മുമ്പേ കുറച്ചു മുന്നേ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം ഉള്ളത്. ശരിക്കും നമ്മൾ എക്സാമിന് നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യത്തിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫെമിലിയറിറ്റി വരും. ബിക്കോസ് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നു, ക്വസ്റ്റ്യൻസ് കാണുന്നു, അങ്ങനെ പല കാര്യങ്ങളോട് നമ്മൾ കടന്നുപോയി 5-6 മാസം. അപ്പൊ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് എല്ലാം നമ്മൾ വേർഡ്സ് എല്ലാം ടേം എല്ലാം കേട്ട് കഴിഞ്ഞു, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ ടേം എല്ലാം കേട്ട് കഴിഞ്ഞു, ഹെൽത്ത് റിലേറ്റഡ് ആയ ടേം എല്ലാം കേട്ട് കഴിഞ്ഞു.
നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പം ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ കേട്ട നിറയെ ടേംസ് അതിലുണ്ട്. നമ്മൾ കണ്ടതായ അത്രയ്ക്ക് ഫെമിലിയാരിറ്റിയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിനോട് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ അതെ ഇതാണ് ശരി എന്നൊരു തോന്നലിൽ നമ്മൾ കറക്കി കുത്തുന്ന ഒരു ചാൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. കാരണം അത്രയ്ക്ക് നമുക്ക് ഫെമിലിയർ ആണ് ടോപ്പിക്ക്. അതിലാണ് ഈ പറ്റുന്നത്. നമ്മൾ അത്രയ്ക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി ടേംസുമായിട്ട് നമുക്ക് ഒരു ബന്ധം വന്നു കഴിയും. അപ്പം അവിടെ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കുക, ഇത് തന്നെയാണോ എന്ന് ചിന്തിക്കുക. കുറെ നമ്മൾ ഇപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ നമ്മളൊന്ന് ചെയ്താൽ തെറ്റില്ല. പക്ഷെ നമ്മൾ ഒട്ടും അറിയാത്തൊരു ചോദ്യം, അത് നമ്മൾ പൂർണ്ണമായി അതിലേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫുൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി പകുതി നിർത്തിയാൽ തന്നെ കുറെ നെഗറ്റീവ് മാർക്ക് കുറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുമ്പുള്ള പല പരീക്ഷകളും ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആൻസറിനെക്കാട്ടി അധികമായിരിക്കും നെഗറ്റീവ് മാർക്കിങ്സ് വന്നേക്കുന്നത്. അപ്പൊ പലപ്പോഴും നമുക്ക് പലയിടത്തും നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ കറക്റ്റ്, നമ്മളെ ആ പ്രിസൈസ് ആൻസർ ആയിരിക്കും നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമതും മൂന്നാമതും അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് തെറ്റിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അത് ഫുള്ള് ആദ്യം ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും വായിച്ചു പോവുക. ലാസ്റ്റ് പിന്നെ തിരിച്ചു വന്നിട്ട് അത് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നെഗറ്റീവ് മാർക്കിങ്സിലോട്ടാണ് പോകുന്നത്. മാക്സിമം അറിയാവുന്ന മാത്രം ചെയ്യുക. എത്ര ഫെമിലിയർ പദമാണെങ്കിൽ കൂടി ആൻസർ ശരിയാണെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് GK-യിലൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഓർക്കും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളത് അല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറച്ച് കറക്കിക്കുത്തും. അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ടെൻഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകും, പക്ഷെ ടെൻഷനെ അതിജീവിക്കുക. കുറച്ച് ബ്രീത്തിങ് എക്സസൈസസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സമാധാനത്തിൽ എക്സാം ഹോളിൽ പ്രവേശിക്കുക. പിന്നെ 7:30-ക്കൊക്കെയാണ് എക്സാം. നമ്മളൊന്നും അറിയത്തേയില്ല, പോകുന്നതും വരുന്നതും ഒന്നും നമ്മൾ അറിയത്തില്ല. ബിക്കോസ് രാവിലെ നമ്മൾ ആ തിരക്കിലങ്ങ് പൊയ്ക്കോളും. ഇപ്പൊ 10-12 o'clock അല്ലെ 1 o'clock ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ടെൻഷനും ചിന്തിക്കാനും ഒക്കെ അധികം സമയമാണ്. ഈ 7:30 എക്സാമിന് എനിക്ക് എന്റെ വിശ്വാസം അത്രയ്ക്ക് വലിയ പ്രശ്നം വരത്തില്ല എന്നാ തോന്നുന്നത്. തലേദിവസം ടെൻഷൻ ഉണ്ടെങ്കിൽ രാവിലെ നമുക്ക് കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. പിന്നെ മാക്സിമം എഴുതാൻ ആൻസർ ചെയ്യാൻ നോക്കുക. അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യരുത്. അത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ അറ്റൻഡ് ചെയ്യരുത്. കാരണം ഒരേ ഒരു സിംഗിൾ മാർക്കിനായിരിക്കും നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നത്. അത് മാത്രം ഓർക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ആൻസർ ചെയ്യേണ്ട രീതി നെഗറ്റീവ് വരുത്തരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നും ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ വേറെ ഇനി സംശയങ്ങളും കാര്യങ്ങളും ഒന്നും എന്തായാലും ആർക്കും പറയൂ. ആര്യ, ചോദിക്കൂ. സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്റർവ്യൂസിന്റെ കാര്യം എല്ലാവരും പറഞ്ഞപ്പോ 2 ദിവസത്തെ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു. ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും അല്ലേ? അപ്പോ 2ാമത്തെ ദിവസം വളരെ കൂളായിരുന്നു, ഭയങ്കര കാമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണത് എന്നൊന്ന് പറയാവോ? 2 ദിവസം എന്ന് പറഞ്ഞത്, അതായത് ഓരോ ബാച്ചിനും ഓരോ ദിവസമായിരുന്നു കുട്ടി. മനസ്സിലായി? ഇപ്പോൾ ഇത്ര സീരിയൽ നമ്പർ തുടങ്ങി ഇത്ര, അതായത് കൂടി വന്ന 15 പേര് 10 പേര് അവർക്ക് ഓരോ ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഓരോ ദിവസത്തിൽ ചിലപ്പോൾ ബോർഡിലുള്ള അംഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയല്ലേ ദിലു, ശ്രീലക്ഷ്മി? അതെ സർ, അതെ സർ. ഫസ്റ്റ് ഡേയിൽ വന്ന ബോർഡിന്റെ അംഗമല്ല സെക്കൻഡ് ഡേയിൽ വരുന്നത്. മെയിൻ ചെയർമാൻ വ്യത്യാസം കാണും. 3 ദിവസവും വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ സെക്കൻഡ് ഡേ എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് പോയി. അപ്പൊ അവര് നമുക്ക് കുറച്ച് പറഞ്ഞു തരുമല്ലോ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഓക്കെ അതൊക്കെ ചോദിച്ചു, നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ മനസ്സിലായി, ചോദ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഡേ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഡേ പോകുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടി ഇപ്പൊ എല്ലാവർക്കും ആദ്യം പോകുന്ന ആള് വന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് ആൾക്ക് കുറച്ച് കോൺഫിഡൻസ് വരത്തില്ല. ഇതുകൂടെ നോക്കാം, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അത് നോക്കും. അതാണ് സംഭവിച്ചത്. അല്ലാതെ എല്ലായിടത്തും 3 ദിവസവും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിച്ചു. പക്ഷെ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാല് ഒരു ഡോക്ടർ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പം അധികം ക്വസ്റ്റ്യൻസിലോട്ട് പോയില്ല. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചായിരുന്നു ചോദിച്ചത്. അല്ലെങ്കിൽ നമ്മളോട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ
റിലേറ്റഡ് ആയിട്ട് നിറയെ ചോദ്യം ചോദിക്കും. നമ്മുടെ ജോലി, നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സെക്കൻഡ് ഡേയിൽ സെൽഫ് ഇൻട്രൊഡക്ഷനെക്കാട്ടി കൂടുതൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു. സബ്ജക്ട് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും സബ്ജക്ട് കുറച്ച് പഠിച്ചിട്ട് പോകും. സെൽഫ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് പറയണോ, അത് കുറച്ച് ടെൻഷൻസ് അവിടെ വരുമല്ലോ. കൂളായിട്ട് നമുക്കത് പറയാൻ പറ്റും കൂടി. സബ്ജക്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞു എന്നൊരു കോൺഫിഡൻസ് വരും. മറ്റേത് സബ്ജക്റ്റീവ് ആണ്. ആ സാറിന് ആ ആൻസർ തൃപ്തികരമാണോ എന്നൊരു പ്രശ്നമുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ സബ്ജക്ട് റിലേറ്റ് ചോദിക്കുമ്പോൾ ഉത്തരം ഒന്നല്ലേ ഉള്ളൂ. അതാണ് ആ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അത് പറഞ്ഞത്. കാരണം ആ സോഷ്യൽ വർക്ക് എക്സ്പേർട്ട് ഉണ്ടായിരുന്നു, സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ മാം കുറച്ച് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ സോഷ്യൽ വർക്കുകാർക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും. ഇപ്പൊ ഹെൽത്തിൽ വരുന്നവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ചോദ്യം ചോദിക്കുമ്പം കുറച്ച് ഈസി ആയിരിക്കത്തില്ല. അതാണ് അങ്ങനെ പറഞ്ഞത്. 3 ദിവസം ഡിഫറെന്റ് ചെയർ ആയിരിക്കും വരുന്നത്. അവര് എല്ലാവരും, നമുക്ക് അതിനകത്തൊരു മാർഗം എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് മാർഗം എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ നമുക്കൊരു 12 അല്ലെ 13 ആണ് മാക്സിമം കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ എക്സാമിൽ എഴുതുന്ന മാർക്ക് ശരിക്കും നമ്മുടെ ഡിഫൈനിങ് മാർക്കാണ്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും സമയം, നിങ്ങളുടെ ഒരു വിലപ്പെട്ട തിരക്കേറിയ സമയങ്ങളിൽ നിങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചതിന് എന്തായാലും നന്ദി രേഖപ്പെടുത്തുവാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നുള്ള ആരെങ്കിലും ഒന്ന് 2 മിനിറ്റ് ഒന്ന് സംസാരിച്ച് വന്നവർക്കൊരു നന്ദി രേഖപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇതിലുള്ള ആരെങ്കിലും, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും, കാരണം നമുക്ക് വേണ്ടിയിട്ട് അവർ വന്നതാണ്, നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അവർക്കൊരു നന്ദി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹലോ, പറയൂ. ഹലോ, കേൾക്കുന്നു? ഒരുപാട് സന്തോഷമുണ്ട് സാർ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തതിന്. കാരണം നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരക്കായി, അതിനിടയിൽ കൂടെ കഷ്ടപ്പെട്ട് പഠിച്ചു, പിന്നെ കുറച്ച് ബ്രേക്ക് വന്നു, പിന്നെ വീണ്ടും പഠിക്കുന്നു, അങ്ങനെ ഭയങ്കര എന്താ പറയാ ടൈറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഫേസിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേഷൻ എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് തന്ന സാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന സാറിന്റെ സ്റ്റുഡൻസിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. ഞങ്ങൾ തളരുന്നു എന്ന് തോന്നുമ്പോൾ സാർ എന്തായാലും നിങ്ങളെ വിളിക്കും. ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് വേണമെന്ന് പറയുന്നു. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ കുറെ ബഹളമൊക്കെ ഉണ്ട്. അപ്പം ട്രെയിൻ വരാനും ആയിട്ടുണ്ട്. നന്ദി ഒരുപാട് സന്തോഷം എല്ലാവർക്കും. നന്ദി. പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റിലല്ല, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ തിരക്ക് പിടിച്ച യാത്രക്കിടയിലും യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലും നന്ദി രേഖപ്പെടുത്താനായിട്ട് സമയം കണ്ടെത്തിയ ഷഹന, എല്ലാവർക്കും, അതേപോലെ ഇവിടെ ഈ വേദിയിൽ കൂടിയ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും, അതേപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ച നമ്മുടെ മുൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും ഈ VAJ ഫാമിലിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുവാണ്. അതുപോലെ തന്നെ ഇവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ സർവശക്തനായ നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ ഇവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു ജോലിയിൽ കയറാനായിട്ടുള്ള ഒരവസരം സംജാതമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുവാണ്. ആ അധ്വാനം ഈ നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്.
അദ്ദേഹം നമുക്ക് അതിനുള്ള കഴിവുകൾ നൽകിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. അതുപോലെ പ്രതിസന്ധികളിൽ തളരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമുക്ക് സമയം കണ്ടെത്താത്തൊരവസ്ഥയൊന്നും സർവശക്തനായ തമ്പുരാൻ നമുക്ക് വരുത്താതെ നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതേപോലെ തന്നെ പലരും ഗുരുതരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ ആർദ്ര, നമ്മുടെ 1ാം റാങ്ക് നേടിയ ആർദ്രയുടെ അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുട്ടി പെട്ടെന്ന് പോയത്. അപ്പോൾ അത് വലിയൊരു കുറേ ദിവസങ്ങളായി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതേപോലെ തന്നെ ചിന്നുവിൻ്റെ വല്യമ്മച്ചി ചിന്നുവിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. വളരെയേറെ അത്യാസന്ന നിലയിൽ കിടക്കുവാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളും അതുപോലെ തന്നെ അല്ലാത്തവരും നമ്മളുടെ ഇടയിലുണ്ട്. അതേപോലെ തന്നെ നമ്മളിൽ തന്നെയുള്ള കുട്ടികളിൽ പലരും ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകി എല്ലാവർക്കും ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരെയും സർവശക്തനായ തമ്പുരാൻ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിന് സർവശാന്തിയും നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു.